Namaste. I welcome you all. BPAE 142 Organizational Behavior. BPAE 142 Organizational Behavior. ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 13 ആൻഡ് 14. Today we are going to take unit 13 and unit 14. Okay. കോഴ്സ് പറഞ്ഞല്ലോ BPAE 142 ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓക്കെ, സോ ഇതില് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ കൾച്ചറും ഉണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, എല്ലായിടത്തും ഒരേ കൾച്ചർ അല്ല, അങ്ങനെയല്ല. പലതും പല റൂൾസും റെഗുലേഷൻസും ഒക്കെ മാറും ചിലയിടത്ത്. ചില കമ്പനിയിലെ, ഇപ്പം മൾട്ടിനാഷണൽ കമ്പനിയിലും ശരി, പ്രൈവറ്റ് കമ്പനിയിലും ശരി, ഗവൺമെന്റ് കമ്പനിയിലെ പ്രൈവറ്റ് കമ്പനിയിലത്തെ മാതിരിയാണ് കൾച്ചർ സെൻട്രൽ ഇതില് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റില്. പ്രൈവറ്റ് കമ്പനിമാർ കോർപ്പറേറ്റുമാരെ കൾച്ചറാണോ? അല്ലല്ലോ. അപ്പൊ ഓർഗനൈസേഷൻ കൾച്ചർ വിൽ ഡിഫർ ഫ്രം ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ, വെദർ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ഗവൺമെന്റ്, വെദർ ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരേ കൾച്ചറാണ്. പക്ഷേ പ്രൈവറ്റിൽ പറ്റില്ല. എന്തായാലും അവിടുത്തെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ജോലി ഉണ്ടാവില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടേതായ ചില കൾച്ചർ ഉണ്ട്. അപ്പോ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ കൾച്ചർ, മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ, types of organizational culture, maintaining organizational culture, changing organizational culture, learning organization. ഇതാണ് നമ്മുടെ ഇതിലത്തെ യൂണിറ്റ് 13 സബ് ടോപ്പിക്സ്. ഓക്കെ, അത് ഇതിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 13 ഇൻട്രൊഡക്ഷൻ. ഇൻ റീസെന്റ് ഇയേഴ്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പണ്ടത്തെ ഓർഗനൈസേഷന്മാരെയാണ് ഇന്ന്. എത്രയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി, വർക്കിംഗ് എൻവയോൺമെന്റ് മാറി, വെൽഫെയർ ഫെസിലിറ്റീസ് മാറി, മാനേജ്മെന്റിന്റെ അപ്രോച്ച് മാറി, റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയി മാറി. അപ്പോ ഓർഗനൈസേഷന്റെ ബിഹേവിയറും ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറും തമ്മിൽ മാറ്റം ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്. മേജർ പണ്ട് അടിമ കച്ചവടം വരികയാണ്. പണ്ടേ എന്താ ബോസ് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ പോയി. ഇന്ന് അങ്ങനെയല്ല. യൂണിയൻ ഉണ്ട്, വർക്കേഴ്സിന്റെ ഇതുണ്ട്, റെപ്രസെന്റേഷൻസ് ഉണ്ട്, റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ട്. അങ്ങനെയൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആസ് എ മേജർ ഡയമെൻഷൻ ഓഫ് ഓർഗനൈസേഷണൽ അനാലിസിസ്, റിസർച്ച് എവിഡൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് വേരിയസ് കൾച്ചറൽ വാല്യൂസ്, അതായത് ഓരോരോ വാല്യൂസ് അത് നമ്മൾ പ്രിസർവ് ചെയ്യണം. നമ്മുടെ ഇന്ത്യ ഹാസ് ഗോട്ട് ഡിഫറെന്റ് കൾച്ചർ, യുനോ, അതിന്റെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ എവിടെ പോയാലും, നിങ്ങൾ എവിടെ പോയാലും ഇന്ത്യയിലെ, ഗുജറാത്തിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, തമിഴ്നാടായിക്കോട്ടെ, ആസാം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഓരോരോ കൾച്ചർ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മുടെ കൾച്ചറെ മറക്കാനും പാടില്ല. കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ചില സമയത്ത്. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോരോ വിധമാണ്. അത് ഞാൻ പറയാൻ എന്താണെന്ന്, ചിലപ്പോൾ നമ്മളെ വിചാരിക്കുന്ന മാതിരിയല്ല മറ്റുള്ള സ്ഥലത്ത് അവരുടെ കൾച്ചറിൽ. അപ്പൊ അവിടെ പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ, ഇപ്പൊ ഞാൻ പറയട്ടെ, ചില സമയത്ത് ചെരുപ്പ് ഇടാതെ നമ്മൾ ആ അമ്പലത്തിൽ ചിലപ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് പോകുന്നതുണ്ട് ചിലയിടത്ത്. അങ്ങനെയുള്ള ചിലയിടത്ത് എല്ലാവരും ഷർട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട്, ചിലവർ ഷർട്ട് ഇടാതെ അമ്പലത്തിനുള്ളിൽ പോകുന്നവരുണ്ട്, അല്ലേ? ഓരോരോ സ്ഥലത്ത് ഓരോരോ നിയമങ്ങളാണ്. ബ്രിട്ടനിൽ പോയാൽ അതിന്റെ റൂള്, വേറെ എവിടെയെങ്കിലും പോയാൽ അതിന്റെ റൂള്, ചൈനയിൽ വേറൊന്ന്, ജപ്പാനിൽ വേറൊന്ന്. അപ്പൊ അതൊക്കെ കൾച്ചറാണ്. ഇമ്പാക്ട് ഓൺ ഡിഫറെന്റ്. ഒരു മിനിറ്റ്, നിങ്ങളിപ്പോ ഇന്ത്യയിലത്തെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോഴും ജപ്പാന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്, പല വ്യത്യാസമുണ്ട് കൾച്ചറിൽ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഓർഗനൈസേഷൻ നമുക്ക് തോന്നുമ്പോൾ പോവാ, തോന്നുമ്പോൾ വരാന്നുള്ളതല്ലേ, അല്ലേ? അതേമാതിരി സമയത്തിന് യാതൊരു വാല്യൂം കൊടുക്കാത്തതാണ് നമ്മള്. ഞാൻ പ്രൈവറ്റ് കാര്യമല്ല പറയുന്നത്, ഗവൺമെന്റിലത്തെ സമയത്തിന് യാതൊരു വിലയും നമ്മളെ കൊടുക്കുന്നില്ല. കാരണം എന്താണ്, അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു പാർട്ടായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെന്റ് സർവീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയി പോയാൽ മതി, കുഴപ്പമില്ല, ആരെ ചോദിക്കാൻ, എല്ലാവരും ലേറ്റ് ആയിട്ട് വരും. അങ്ങനെ ചിലവര് നേരത്തെ പോകുന്നു. അങ്ങനെ അതല്ല, ഓരോരോ കൾച്ചർ ഉണ്ട് ഓരോ സ്ഥലത്ത്. നേരെ മറിച്ച് ഇതേ കൾച്ചർ വെച്ച് നിങ്ങൾ പ്രൈവറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ജോലി ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഗവൺമെന്റിലാണ് സെക്യൂർഡ് ജോബാണ് എന്നുള്ള നിലയിൽ ചിലവർ പോകും. അപ്പോ അത്, പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം, അതെന്തോ ആയിക്കോട്ടെ, അവിടെ മറ്റുള്ളവർ എന്താ ചെയ്യണേ എന്ന് നിങ്ങൾ നോക്കരുത്. യു ഷുഡ് ആസ്ക് യുവർസെൽഫ് വാട്ട് യു ആർ ഡൂയിങ്, നോട്ട് ദാറ്റ് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. അവർ ജോലി ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്ന് തന്നെയാണോ അർത്ഥം? അപ്പൊ നിങ്ങൾ ചോദിക്കുകയായിരിക്കും, അവൻ ജോലി ചെയ്യാതെ അവന് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ,
അതിലർത്ഥമില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം, ഫോർ വിച്ച് യു ആർ ബീങ് പെയ്ഡ് ഫ്രം ദ ടാക്സ് പേയേഴ്സ് മണി. ഓക്കെ, അപ്പൊ ഓരോരോ കൾച്ചറാണത്. ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, പർട്ടിക്കുലർലി എംപ്ലോയി. എന്താ എംപ്ലോയി ടേൺ ഓവർ? നിങ്ങൾ വിചാരിക്കും എംപ്ലോയിയുടെ ടേൺ ഓവർ എന്താ? രാജിവെച്ചു പോകുന്നത്, അട്രിഷൻ. അതായത് മാനേജ്മെന്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ചു പോകും ആളുകൾ. പല കമ്പനിയും ഇപ്പൊ കാണില്ല, റീസെന്റ് ആയിട്ട് എത്രയോ ആളുകളെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ടേൺ ഓവർ, ദാറ്റ് ഇസ് കാൾഡ് ടേൺ ഓവർ. അട്രിഷൻ, കമ്പനി വിട്ടു പോകുന്നവരാണ് ടേൺ ഓവർ, എംപ്ലോയി ടേൺ ഓവർ. ആൻഡ് ജോബ് പെർഫോമൻസ്. പിന്നെ സെവറൽ ഫാക്ടറി കോൺട്രിബ്യൂട്ടഡ് ദ ടൈപ്പ് ഓഫ് കൾച്ചർ ദാറ്റ് ഇസ് ഒബ്സർവ്ഡ് ഇൻ ലാർജ്. അപ്പൊ ഓരോരോ ഓർഗനൈസേഷനിൽ ഓരോരോ കൾച്ചറാണ്, മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയട്ടെ, നിങ്ങള് ടാറ്റ ഒരു എക്സാമ്പിൾ. എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ടാറ്റ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഉണ്ട് കേട്ടോ. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ടാറ്റയുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്രയോ സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പല ടാറ്റ ഫേംസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയണ അവിടുത്തെ കൾച്ചർ ഡിഫറെന്റ് ആണ്. 9 മണി പറഞ്ഞാൽ 9 മണിക്ക് എത്തണം, അവരൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾ എത്തും, കാരണം എല്ലാവരും എത്തിയിട്ടുണ്ടാവും. അതേമാതിരി നിങ്ങളുടെ ഡ്രസ്സ്, ഷൂ, ഷൈനിങ്, അവിടെ പിന്നെ അനാവശ്യമായി മേക്കപ്പ്, ഇതൊന്നുമല്ല. നമ്മുടെ താടിയും ഇതൊക്കെ പിന്നെ ഷേവ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയി, വളരെ നന്നായിട്ടുള്ള നിങ്ങൾ ജോലി ചെയ്യാനാണ് പോകുന്നത്. അതായത് അവിടെ പോയിട്ട് അല്ലാണ്ട് നമ്മളവിടെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ മുഖം വേരിയസ് വിധത്തിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രഞ്ച് കട്ട്, മറ്റേ കട്ട്, ഇറ്റലിയുടെ കട്ട്, അത് എക്സിബിറ്റ് ചെയ്യാനല്ല പോകുന്നത്, ജോലി ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അവിടെ അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്, കൾച്ചർ ഉണ്ട്. അത് നമ്മളെ ഇംബൈബ് ചെയ്യണം, മനസ്സിലായില്ലേ? വളരെ അത് ഡിസിപ്ലിൻ ഉണ്ട്. അവിടെ അനാവശ്യമായ സംസാരം യാതൊന്നും. അവിടെ നിങ്ങൾക്ക് അവിടെ 10-50 ആൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 60 ആൾ ഒരു ഹാളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. എത്രയോ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം അവനും അവൻ്റെ ഡ്യൂട്ടിയിൽ മുഴുകിക്കൊണ്ടിരിക്കും. അതേമാതിരി അവിടെ നിന്ന് എഴുന്നേൽക്കും, ടോയ്ലറ്റിൽ പോകും, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോകും, 5 മിനിറ്റ് 10 മിനിറ്റ് അധികം മിണ്ടാതെ വന്നിരിക്കും. ചായ കുടിക്കാൻ പോകുമ്പോൾ അധികം വർത്താനൊന്നും പറയില്ല. അവരവരുടേതായ ഡ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വരും. 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു, സാറ്റർഡേ സൺഡേ ലീവ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജോലി ചെയ്യുന്നു. ദേ ആർ പ്രൊഡ്യൂസിങ് ദ മാക്സിമം ഔട്ട്പുട്ട് ഓൾസോ. അപ്പൊ അവിടുത്തെ കൾച്ചർ അതാണ്. അതേമാതിരി മറ്റുള്ള പല കമ്പനികളിലും അതേമാതിരി ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോരോ ഓർഗനൈസേഷൻ, അപ്പൊ ഇത്തരത്തില് നല്ല അതുകൊണ്ട് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ആളുകൾ വിട്ടുപോയില്ല. എന്തിനാ നല്ല സാലറി, ഡിസിപ്ലിൻ, നല്ല ജോബ് സെക്യൂരിറ്റി, അതേമാതിരി നിങ്ങളുടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ജോലി വിട്ടു പോയില്ലല്ലോ. സെവറൽ ഫാക്ടറി കോൺട്രിബ്യൂട്ടഡ് ദ ടൈപ്പ് ഓഫ് കൾച്ചർ ആൻഡ് ദാറ്റ് ഈസ്. അപ്പൊ പല കാര്യങ്ങളുണ്ട് ഈ ഇതിന്റെ. These range from depictions of relative strength of political and national issues. നമ്മുടെ ഗവൺമെന്റിലെ നമ്മുടെ ശമ്പളം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒരു ബ്രേക്ക് ഇല്ലാതെയാണ് ഓരോ പോക്ക്. അതായത് ശമ്പളം കൂട്ടും, എത്രയോ ചിലപ്പോൾ ബുദ്ധിമുട്ട്, നാഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ സ്റ്റേറ്റിന്റെ തന്നെ പറയാം, കേരളത്തില് ഇന്ന് രാവിലത്തെ ന്യൂസ്, കലാമണ്ഡലത്തില് ശമ്പളം പോലും കൊടുത്തിട്ടില്ല, 2 മാസത്തെ വെൽഫെയർ പെൻഷൻ കൊടുത്തിട്ടില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലെ എക്സ്പെൻഡിച്ചർ അതിന് യാതൊരു കൺട്രോളും ഇല്ല. പക്ഷെ പാവങ്ങൾക്ക് ചില 1-2 മാസത്തെ ഇപ്പൊ അവർക്ക് അത് കിട്ടിയിട്ട് വേണം മരുന്ന് വാങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ. അത് കൊടുത്തിട്ടില്ല. കലാമണ്ഡലത്തിൽ നിന്ന് കണ്ടു, ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, രാവിലത്തെ ന്യൂസിൽ കണ്ടു. ദേ ആർ നോട്ട് ബീങ് പെയ്ഡ് ഫോർ ദ ലാസ്റ്റ് 2 months. ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഓരോ നമ്മൾ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, നാഷണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് പ്രോപ്പറായിരിക്കണം. അല്ലാണ്ട് എന്താ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് എപ്പോഴും നമ്മളെ രാഷ്ട്രീയത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാരന്മാരെ പെരുമാറണം. നാഷണൽ ഇഷ്യൂസ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. രാജ്യത്തിന്റെ ഓരോ ഇഷ്യൂസാണ്. അപ്പൊ യുണൈറ്റഡ്ലി വി ടു ഫൈറ്റ് ഫോർ ദാറ്റ്. മനസ്സിലായില്ലേ? അവിടെ പൊളിറ്റിക്സ് പാടില്ല. രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയം ഇല്ല. അതല്ലേ നമ്മളിപ്പോൾ പാർലമെന്റിൽ നോക്കൂ. കാരണം അത് രാഷ്ട്രത്തിൻ്റെതാണ്. അതാണ് എല്ലാവരും വേണം ഇത് പറയൂ, ഇതിങ്ങോട്ട് പറയൂ എന്ന് പറയും. എന്തുകൊണ്ടാണ്? രാഷ്ട്രത്തിൻ്റെതാണ്. ബൗണ്ടറി മറ്റേതൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാവരും യുണൈറ്റഡ് ആണ്. അതെങ്ങനെ അങ്ങനെ ആയിരിക്കണം കേട്ടോ. സോ ഓർഗനൈസേഷൻ ഷുഡ് സ്ട്രൈവ് ഫോർ എവോൾവിംഗ് ഹെൽത്തി ഓർഗനൈസേഷൻ. ഹെൽത്തി ഓർഗനൈസേഷൻ കൾച്ചറാണ് വേണ്ടത്. എന്നാലാണ് പ്രൊഡക്ടിവിറ്റി വരൂ,
കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവൂ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യൂ, പിന്നെ അതേമാതിരി ബിഹേവിയർ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും, അതേമാതിരി എംപ്ലോയീസ് രാജിവെച്ചു പോവാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ വേണം. അപ്പൊ റിസർച്ച് സജസ്റ്റ് ദാറ്റ് ന്യൂമറസ് ഔട്ട്കംസ് ഹാവ് ബീൻ അസോസിയേറ്റഡ് either directly or indirectly with ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പൊ ഓർഗനൈസേഷൻ കൾച്ചർ ചിലതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹെൽത്തി ആൻഡ് റോബസ്റ്റ് ഓർഗനൈസേഷൻ കൾച്ചർ മേ പ്രൊവൈഡ് വേരിയസ് ബെനിഫിറ്റ്സ്. അതായത് എന്താണ് കൾച്ചർ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ? ഓക്കെ, പെക്കോൺസ്കി ആൻഡ് ഒഡണൽ 1982 ഡിസ്ക്രൈബ് ഓർഗനൈസേഷൻ കൾച്ചർ ആസ്, നമുക്ക് നിവൃത്തിയില്ല, ഒരു മണിക്കൂർ കൊണ്ടാണ് 2 ചാപ്റ്റർ എടുക്കണം കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാം മലയാളത്തിൽ പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം എന്താ, ചിലതൊക്കെ ടെക്നിക്കൽതാണ്. അപ്പൊ ടെക്നിക്കല് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് മലയാളത്തിൽ പറയാവുന്നത് മലയാളത്തിൽ പറയുന്നുണ്ട്, കാരണം ഇത് കൊല്ലം മുതലൊക്കെയാണ് ഈ മലയാളം സ്റ്റാർട്ട് ചെയ്തത്. അല്ലാണ്ട് മലയാളത്തിൽ കാരണം ഇതിൽ ടേംസ് ഉണ്ട് ചിലത്, അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അത് പറയാവുന്നത് മലയാളത്തിൽ പറയാം, ബാക്കിയുള്ളത് ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം ടെക്നിക്കൽ ടേംസ് നമ്മൾ ഇതിലെന്താ പറയാ, ഇത്തരത്തിലുള്ള ചില ഇത് നമുക്ക് അതിലെ അതേ വിധത്തിൽ നമ്മൾ പറയേണ്ടി വരും, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും പിന്നീട് അസൈൻമെന്റും മറ്റേതൊക്കെ പരീക്ഷയ്ക്കൊക്കെ. സോ ഇദ്ദേഹം പെക്കാൻസ്കി ആൻഡ് ഓഡോണൽ ഡിസ്ക്രൈബ് ഓർഗനൈസേഷൻ കൾച്ചർ, ഈ 2 പേര് എന്താണ് പറയുന്നത്? ഓർഗനൈസേഷൻ കൾച്ചർ അതായത് ക്രിയേറ്റഡ് റിസൈഡിങ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മനുഷ്യന്റെ മനസ്സിലാണ് ഈ കൾച്ചറൊക്കെ വരുന്നത് അല്ലേ. ഓരോ കൾച്ചർ എങ്ങനെയാണ്, അത് നമ്മളെ ഒരു ഗുരുനാഥനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ പിതാവോ മാതാവോ കാണുമ്പോൾ നമ്മളെ കാല് പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വളരെ എന്താ പറയണ്ടേ, അവരെ ആദരിക്കുന്നു. ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത്. ആരെങ്കിലും പറയുന്നുണ്ടോ കാല് പിടിക്കാൻ? ഇല്ലല്ലോ. നമ്മളെ മിന്നാന്ന് നമ്മളെ പാർലമെന്റിൽ ടിംപിൾ യാദവ് ഓത്തെടുത്തതിന് ശേഷം പെട്ടെന്ന് പോയിട്ട് സോണിയാഗാന്ധി, പകരം ഒരു വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് MP ആണ്, അവരുടെ കാല് ടച്ച് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മുടെ കൾച്ചറിന്റെ പാർട്ടാണ്. നമ്മുടെ ഹിന്ദു മതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏത് മതമായിക്കോട്ടെ, ഇതെല്ലാം അതായത് മറ്റുള്ളവരെ, സീനിയർമാരെ അല്ലെങ്കിൽ വയസ്സായ ആളുകളെ നമ്മളെ ബഹുമാനിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ കൾച്ചറാണ്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതാണ് ഇറ്റ് കമ്മിങ് ഫ്രം ഇൻസൈഡ്. ഓക്കെ, പിന്നെ എ സബ്മേർജ്ഡ് പാർട്ട് ഓഫ് ഓർഗനൈസേഷണൽ ഐസ്ബർഗ് പ്രിവേഴ്സ് യെറ്റ് സംവാട്ട് ഇൻടാഞ്ചിബിൾ. ഇത് ചിലത് കാണാൻ പറ്റില്ല. പേഴ്സണാലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഓവറോൾ ഓറിയന്റേഷൻ, വാല്യൂസ്, ചില കോഡൊന്നും ചിലത് അൺറിട്ടൺ ആണ്, എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ, ഇല്ലല്ലോ. ആൻഡ് നോംസ്. empirically organization culture cannot be identified and verified, rather only inferred and conjured. ഒരു മിനിറ്റ്, ഇവിടെ പ്രിവേസീവ് പറഞ്ഞ വ്യാപകമായ, യെറ്റ് സംവാട്ട് ഇൻടാഞ്ചിബിൾ, കാണാൻ സാധിക്കാത്തത്. ഓക്കെ, പിന്നെ ഇൻഫേർഡ് പറഞ്ഞ അനുമാനം. ഓക്കെ, ഇംപിരിക്കൽ പറഞ്ഞ അനുഭവപരമായ. ഓക്കെ, കൺജേർഡ് പറഞ്ഞ ആലോചന, മനസ്സിലായി, ആൻഡ് ഇന്റർപ്രറ്റഡ് ആൻഡ് ഡിഫൈൻഡ്. പിന്നെ ക്യാമ്പൽ 1970 പറയുകയാണ് 5 ക്യാരക്ടറിസ്റ്റിക് എന്താണ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓരോന്ന്. ഇൻഡിവിജ്വൽ ഓട്ടോണമി, എല്ലാവർക്കും ഓട്ടോണമി, ഫ്രീഡം, അത് വളരെ അപകടമാണ്. ഇൻഡിവിജ്വൽ എല്ലാ ഓട്ടോണമി കൊടുത്താൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ. സ്ട്രക്ചർ ഓർഗനൈസേഷൻ, അതായത് മേപ്പെട്ട് പോകാൻ ഇത് വഴിയില്ല, അവിടെ തന്നെ അപ്പോയിന്റ് ചെയ്ത സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടി വരും. വിചാരിക്കും മേപ്പെട്ട് പോകാൻ പുരോഗതിയില്ല എന്ന് വെച്ചാൽ ആളുകൾ വിട്ടുപോകും. റിവാർഡ് ഓറിയന്റേഷൻ, നിങ്ങൾ ജോലി ചെയ്തതിന് ആരും അഭിനന്ദിക്കില്ല, അല്ലെങ്കിൽ അതിന് റിവാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും ആളുകൾക്ക് ഹാപ്പി ആയിരിക്കും. കൺസിഡറേഷൻ വേണം, സിമ്പതി, കോൺഫ്ലിക്റ്റ് പാടില്ല കമ്പനിയിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആളുകളെ വിട്ടുപോകും. അതായത് സ്ട്രക്ചർ നോക്കൂ, നിങ്ങളെ പണ്ടൊരു കാലത്ത് റെയിൽവേയില്, ഇപ്പോഴല്ല അനവധി വർഷങ്ങൾക്ക് മുമ്പേ, നിങ്ങൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് 22 വയസ്സിൽ ജോയിൻ ചെയ്താൽ റിട്ടയർമെന്റ് സ്റ്റേജിലും നിങ്ങൾ ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. എന്താ കാരണം? 8 ലക്ഷത്തോളം ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. ലോകത്തിൽ തന്നെ ഉള്ളത് ബിഗ്ഗസ്റ്റ്. പ്രൊമോഷൻ വരണ്ടേ സീനിയോറിറ്റിയില്. അപ്പോ ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്ത ആള് റിട്ടയർ ചെയ്യുമ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക്, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ സ്ട്രക്ചറിൽ തന്നെ പ്രൊവിഷൻ ഇല്ല. ചിലയിടത്ത് മേപ്പെട്ട് പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് അവിടെ നിൽക്കും. പിന്നെ റിവാർഡ് കിട്ടില്ല, കൺസിഡറേഷൻ കിട്ടില്ല, കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഉണ്ടാവും.
അപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കൾച്ചർ തന്നെ മാറും ചില സമയത്ത്. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ കൾച്ചർ എന്തായിരിക്കും? എന്നും അടിപിടി, എല്ലാം പ്രശ്നങ്ങൾ, സീനിയേഴ്സ് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ അങ്ങനെ അത് കൾച്ചറിൽ വളരെ അങ്ങനെ എത്രയോ കമ്പനികളുണ്ട്, പലതും പല പല പല. പക്ഷെ ആ കമ്പനിയൊക്കെ പൂട്ടിയിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റാത്ത കമ്പനിയോട് കുറെ കാലം വാഴില്ല, അടയ്ക്കും. എത്ര 100 എക്സാമ്പിൾ പറയണം ഞാൻ, കൂടുതലൊന്നും പറയുന്നില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കാരണം കുറെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഈ ആളുകളുടെ ദുരാഗ്രഹമാണ് ഈ കോൺഫ്ലിക്റ്റിന് കാരണം. മനസ്സിലായോ? ആളുകളുടെ ദുരാഗ്രഹമുണ്ട് ചില സമയത്ത്. നല്ല ശമ്പളം കൊടുക്കുന്ന കമ്പനി, വളരെ ഹെൽത്തി അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ പഠനത്തിന് കൊടുക്കുന്നുണ്ട്, ബോണസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടും കിട്ടിയത് പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. തെറ്റിദ്ധരിക്കരുതേ ഞാൻ പറയുമ്പോൾ. ഇതൊക്കെ എത്രയോ അനുഭവ സമ്പത്ത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തിനു പറയണു? ടേക്ക് മലയാളത്തില്, കേരളത്തില് ഗോളിയോ റയൻസ് ഉണ്ടായിരുന്നു, ഹൈലി പെയ്ഡ് ആയിരുന്നു. പോരാ, എംപ്ലോയീസ് സ്ട്രൈക്ക് പോയി, കുറെ കാലം മുമ്പേ അടച്ചു. ഇപ്പൊ കാട് പിടിച്ച് കിടക്കണു, ജോലിയില്ല, ഒന്നുമില്ല. ആളുകളെ പലരും സൂയിസൈഡ് ചെയ്തു. ഇങ്ങനെ. അപ്പൊ എന്താ കാരണത്തിന്? അതായത് കിട്ടിയത് പോരാ, ഇനിയും വേണം. അപ്പൊ കമ്പനി നടത്തുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് മാത്രം തരാൻ വേണ്ടിയിട്ടല്ലല്ലോ. അവർക്ക് ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലരും ഉണ്ടല്ലോ. ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ, അതടക്കണ്ടേ? അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി മുഴുവൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എത്രയോ ലയബിലിറ്റീസ് ഉണ്ടോ? അവര് പാർട്ട്നേഴ്സ് പൈസ എടുത്തിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ ഇതൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാട്ട ഷൂ കമ്പനി കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അംബാസഡർ കാർ അവിടെ ഇതുണ്ടായിരുന്നു, അടച്ചു. ബാട്ട നിങ്ങൾക്കുള്ളൂ. രണ്ടാമത് വന്നപ്പോഴേക്കും എന്താ സ്ഥിതി അറിയോ? ഒരു പ്രാവശ്യം മാർക്കറ്റാണ്ട് പോയാൽ അത് തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പമല്ല. ബാട്ട നമ്പർ 1 ആയിരുന്നു ഇന്ത്യയിലെ, ബാട്ട ഷൂ, കൽക്കട്ട. അവിടെ ലേബർ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് മാത്രമേ നമ്പർ 1. കഴിഞ്ഞ് കുറച്ചു കാലം അടക്കേണ്ടി വരും, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുറന്നപ്പോഴേക്കില്ലേ മുഴുവൻ മാർക്കറ്റിൽ മറ്റുള്ള ബ്രാൻഡ് വന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. മനസ്സിലായില്ലേ? ഇപ്പോ അംബാസഡർ നോക്കൂ, കാറ് പണ്ട്. ഇന്ന് അംബാസഡർ കാർ ഇറക്കാൻ പറ്റുമോ? അവിടെ ഇതേമാതിരി സ്ട്രൈക്ക് എന്തുണ്ടായി? അവർ ന്യൂ ബ്രാൻഡ് ഒന്നും ഇല്ല, ഒക്കെ പഴയതാണ്. തീർന്നു, പ്ലാന്റ് അടച്ചു. അപ്പൊ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാന്നാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? പിന്നെ ചിലതൊക്കെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി വേണം. അല്ലാണ്ട് ഞാൻ പിടിച്ച മുതലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർക്കേഴ്സ് എന്റെ റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. കാരണം ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ, സ്റ്റേറ്റിന്റെ പ്രശ്നം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് കാര്യം. ഒക്കെ എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ചെയ്യണു എന്നും കൂടി. കാരണം നിക്കക്കള്ളിയില്ലാണ്ട് വരും ചിലപ്പോ. ഇപ്പൊ BSNL നോക്കൂ, ചിലപ്പോ നിക്കക്കള്ളിയില്ലാതെ വരും. അവൻ ചെയ്തേ പറ്റൂ. മനസ്സിലായോ? അങ്ങനെ ഡോമിനന്റ് റൂൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇവരുടെ യെസ്, ഓക്കെ, arrives at 6, meaning ascribed in organization culture, dominant values, philosophy. ചില കമ്പനികളിൽ ഓരോരോ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നുണ്ട് ചിലര്. മനസ്സിലായില്ലേ? അതേമാതിരി ബിഹേവിയർ, റെഗുലാരിറ്റീസ്, ലാംഗ്വേജ്, റിച്വല്. ചിലവരുണ്ടല്ലോ ചെന്നിട്ട് തൊഴുതിട്ട്, അല്ലെങ്കിൽ ഗണപതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദൈവത്തിന്, സരസ്വതിയോ ലക്ഷ്മിയോ ആരെങ്കിലും തൊഴുതിട്ട് ഉള്ളിൽ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഓരോരോ ഇതിലുണ്ട്. ക്രിസ്തുമതത്തിൽ വേറെ ഒന്ന്. അങ്ങനെ ഓരോരോ ഇതുണ്ട്. അവരുടെ റെഗുലാരിറ്റീസും ബിഹേവിയറും ഇതുണ്ട്. ബോംബെയിലൊക്കെ ഞാൻ കണ്ടിട്ട് ഓരോരുത്തര് ഈ മാല ചാർത്തിയിട്ട് കുങ്കുമം ഇട്ടിട്ട് പോവും. ഇതെല്ലാം ചെയ്യണതിന് ഓഫീസിൽ വന്ന ഉടനെ തൊഴുതിട്ടാണ് അങ്ങോട്ട് സീറ്റിലിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് പലയിടത്ത്. പഞ്ചാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഷെയ്ക്കിൻ്റെ കൊടുത്തിട്ട് സീറ്റിലിരിക്കും. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അതെ വന്ന ഉടനെ ഷെയ്ക്കൻഡ് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻഡ് ചെയ്തിട്ട്. അത് ഓരോ കൾച്ചറാണ്, മനസ്സിലായില്ലേ? ഓക്കെ, സോ ദ നോംസ് ദാറ്റ് ഇവോൾവ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ വർക്കിംഗ് ഗ്രൂപ്പ്സ്. അപ്പൊ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ദി റൂൾസ് ഓഫ് ദ ഗെയിം വൺ മസ്റ്റ് ലേൺ ഇൻ ഓർഡർ ടു സർവൈവ് ആൻഡ് ആക്സെപ്റ്റഡ് ദ ഓർഗനൈസേഷൻ. പിന്നെ കമ്പനികളിൽ ചില റൂൾസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഓരോരോ കമ്പനിക്ക് ഓരോരോ സർവീസ് റൂൾസ് ഉണ്ട്, അതും ഫോളോ ചെയ്യണം നമ്മളെ. ഇത്തരത്തിൽ ഫോളോ ചെയ്താൽ കമ്പനി പിന്നെ അല്ലെങ്കിൽ നിലനിൽക്കുക. ഓക്കെ, ദ ഫീലിംഗ് ആൻഡ് ക്ലൈമറ്റ് ദാറ്റ് പ്രിവെയിൽസ് ആൻഡ് ഗെറ്റ് കൺവേർഡ് ഇൻ ദ ഡേ. അത് അവയർനെസ് കൊടുക്കണം. ഒരു ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി വേണം, ഇതാണ് നിങ്ങളുടെ റൂൾസ്, ഇതാണ് റൂൾസ് വയലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് പനിഷ്മെന്റ് ആണ്. മേജർ പനിഷ്മെന്റ്, മൈനർ പനിഷ്മെന്റ്, എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സർവീസ് റൂൾസ് ഉണ്ട്. വർക്കർക്ക് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്.
സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അതേമാതിരി ഓഫീസേഴ്സിന് മോഡൽ കണ്ടക്ട് അപ്പീൽ റൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താലാണ് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കമ്പനിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നൗ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ. 1. ഒബ്സർവ്ഡ് ബിഹേവിയർ റെഗുലാരിറ്റീസ്. അപ്പൊ നമ്മളെ റെഗുലാരിറ്റി നോക്കുക. നമ്മളെ IT കമ്പനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർ ആരെങ്കിലും ലേറ്റ് ആയിട്ട് പോകുന്നുണ്ടോ? അവർക്ക് അറിയാം പോയിട്ടില്ല ഇങ്ങനത്തെ സ്ഥിതി അല്ലേ. എത്തും, ആണായാലും ശരി പെണ്ണായാലും ഒരു റിലാക്സേഷനും ഇല്ല, ആ സമയത്തിനോട് എത്തും. റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി. അവിടെ പഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ശമ്പളം ഉണ്ടാവില്ല, കട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ റെഗുലർ ആവും, പങ്ക്ച്വൽ ആവും. പിന്നെ അവിടെ നിങ്ങൾ അവിടെ കൊടി പിടിക്കാൻ പറ്റില്ല, ഒരു യൂണിയനും അവിടെ ഇല്ല. മനസ്സിലായോ? യൂണിയൻ ഉണ്ടായെന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ള അമേരിക്കയും ന്യൂസിലാൻഡും ആസ്ട്രേലിയയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് IT കമ്പനി. അവിടെ നമ്മളിവിടെ അതേമാതിരി ചെയ്ത് അവർക്ക് ബിസിനസ് കിട്ടണ്ട അവിടെ നിങ്ങളുടെ. അപ്പോ നോംസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ചില വാല്യൂ സിസ്റ്റം ഉണ്ട്. വാല്യൂ സിസ്റ്റം ഓരോരോ കമ്പനിയിലെ ബിർള ആയിക്കോട്ടെ, സിംഗാനി ആയിക്കോട്ടെ, ഓരോരോ കമ്പനിക്ക് ഓരോ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യണം പ്രോപ്പറായിട്ട്. പിന്നെ ഫിലോസഫി ഓരോ കമ്പനിയുടെ പണ്ട് എന്തായിരുന്നു ആ ചരിത്രം, അതായത് നമ്മള് പിന്നെ ഇപ്പൊ നിങ്ങൾ ഓരോ ഇതിടെ കണ്ടല്ലേ, അതേമാതിരി അവര് ജനങ്ങൾക്ക് പരോപകാരമായിട്ടുള്ള ചിലര്, നമ്മുടെ ഇപ്പൊ ടാറ്റ ട്രസ്റ്റ്, ഇതേമാതിരിയുള്ള പലതുണ്ട്. അങ്ങനെ അവരുടെ ഫിലോസഫി എന്താണ്? വെറും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളെ സെർവ് ചെയ്യുക, രാജ്യത്തിന്റെ പല സേവനം രാജ്യത്തിന് വേണ്ടിയിട്ട് പല ചെയ്യുന്ന അങ്ങനെയുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ റൂൾസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിൽ റൂൾസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് സെപ്പറേറ്റ് റൂൾസ് ആണ്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആണ് പിന്നെ വേറൊന്ന്. ഓർഗനൈസേഷൻ എവിടെ, ഒരു മിനിറ്റ്, യെസ്, ഓക്കെ. എന്താ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്? അതായത് അന്തരീക്ഷം. അന്തരീക്ഷം എന്താ? ആകാശമല്ല, അവിടുത്തെ വർക്കിംഗ് എൻവയറമെന്റ്. വർക്കിംഗ് എൻവയറമെന്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി അവിടെ? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കശപ്പിച്ച, ഒരാൾ പരസ്പര വിശ്വാസമില്ല, ഒരാൾ പറഞ്ഞ് മറ്റേ ആൾ കേൾക്കില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അങ്ങനെ ഒരു പ്രൊമോഷൻ ഫെസിലിറ്റി ഇല്ല, പണി ചെയ്യാത്തവർക്ക് ഇൻക്രിമെന്റ് കൊടുക്കും, പണി ചെയ്ത ആളുകൾക്ക് ഇൻക്രിമെന്റ് കൊടുക്കില്ല. എന്തായിരിക്കും സ്ഥിതി? ക്ലൈമറ്റ്, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് നല്ലതായിരിക്കണം. പങ്ക്ച്വാലിറ്റി, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി മോളിൽ നിന്ന് ഇടുക്കിപ്പെട്ട വരിക. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം മുകളിലിരിക്കുന്ന ആള്. സോ അതായത് CEO മറ്റുള്ളവരൊക്കെ. എ ഹെൽത്തി ഓർഗനൈസേഷൻ കൾച്ചർ is the following characteristic. അതായത് വളരെ നല്ല ഒരു ഓർഗനൈസേഷൻ താഴെ പറയുന്ന കാര്യങ്ങൾ. 1, ജനങ്ങളെ, വർക്കേഴ്സ് നല്ല ജോലി ചെയ്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ വളരെ റിസർവ് ടൈപ്പാണ്. മറ്റുള്ളവർ നല്ല കാര്യം ചെയ്താൽ അത് നല്ലതെന്ന് പറയില്ല, സബാഷ്, നമ്മളൊന്ന് മുതുകത്ത് തട്ടു, അതായത് യു ഹാവ് ഡൺ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ അവർ അതിനേക്കാൾ കൂടെ നല്ല ജോലി ചെയ്യും. പക്ഷെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലോ കീപ്പട്ടായിരിക്കും. സോ റിഗാർഡ് ഫോർ ഫെയർ ട്രീറ്റ്മെന്റ്. എല്ലാവരും ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. ചിലപ്പോ നിങ്ങളെ ട്രീറ്റ്മെന്റില് ഒരാൾക്ക് ഒരു ഫേവർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഫേവർ ചെയ്യാതിരിക്കുക. ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ഇമ്പാർഷ്യൽ വേ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഇങ്ങോട്ട് സപ്പോർട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിയല്ല, അത് ആ കൾച്ചർ ശരിയല്ല. എല്ലാവരും ഒന്നായി കാണുക, റൂൾ എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. മനസ്സിലായില്ല? അല്ലാണ്ട് ഇവർക്ക് റൂൾ കൊടുക്കണ്ട, ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ പറ്റില്ല. ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് ഈച്ച് എംപ്ലോയി ആസ് വെൽ ആസ് അതുമാതിരി നിയമപരമായിട്ട് ആക്ഷൻ എടുക്കുമ്പോഴും ശരി അതേമാതിരി. കാരണം ആക്ഷൻ പെട്ടെന്ന് എടുക്കുമ്പോൾ അതിന് മുമ്പ് വാർണിംഗ് ഇതൊക്കെ കൊടുക്കണം. അതൊക്കെ ഫെയർ ട്രീറ്റ്മെന്റ് വേണം. സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സബ്സിസ്റ്റൻസ് അലവൻസ് ഇതൊക്കെ നിയമപ്രകാരം കൊടുക്കണം. അതിന് ഫെയർ ട്രീറ്റ്മെന്റ്. ഓക്കെ. പിന്നെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കുക. അതാണ് നമുക്ക് ഇല്ലാത്തത്. എന്താ കാരണം വെച്ചാൽ നമ്മളെ ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ നമ്മൾ വളരെ റിസർവ്ഡാണ്. പറയാൻ നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി അനുവദിക്കുന്നില്ല. 1. 2, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ ചില സമയത്ത് പഠിക്കുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചിലപ്പോൾ പഠിക്കാറുള്ളൂ. അതായത് ക്രിട്ടിസിസം നമ്മുടെ കൂടപ്പിറപ്പാണ്. പക്ഷേ മറ്റുള്ളവർ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പറയാൻ. അതല്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അതേമാതിരി അതായത് ഈ ട്രീറ്റ്മെന്റ് എല്ലാവരും ഒരേമാതിരി നമ്മൾ കാണണം. മനസ്സിലായോ?
ഇപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇവിടെ നോക്കുക. ബാക്കിയൊന്നും ഞാൻ പറയുന്നത് കാരണം ഓപ്പണാണ്, ഇതിൽ പറയാൻ പറ്റില്ല, കാരണം ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. റിക്രൂട്ട്മെന്റ് നോക്കും ഇവിടെയൊക്കെ. ഞാൻ പറയില്ല, ഒരു സ്റ്റേറ്റിന്റെ കാര്യമല്ല ഞാൻ പറയാം. ഐ ഹാവ് ആൾസോ ഡൺ നിയർലി 29 years റിക്രൂട്ട്മെന്റ്. എന്റെ മുമ്പിൽ 29 സ്റ്റേറ്റ് അന്നുണ്ടായിരുന്നു. 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറി അപ്പം ഉണ്ടായിരുന്നു. പിന്നെയാണല്ലോ JNKയുടെ ഒക്കെ ബൈഫർക്കേഷൻ. എവിടുന്ന് വന്നാലും എൻ്റെ മുമ്പിൽ എല്ലാവരും ഒരേമാതിരിയാണ്. മെറിറ്റിൽ വന്നോ കിട്ടും ജോലി, ഇല്ല വീട്ടിൽ പോയിക്കൊള്ളുക. അതായത് എല്ലാവരെയും ബഹുമാനിക്കും. പക്ഷേ നിയമപരമായിട്ട് നമ്മുടെ റിക്രൂട്ട്മെന്റ് നോംസ് സെൻട്രൽ ഗവൺമെന്റ് ഫോളോ ചെയ്യണം. അതിലെ ഒരു റിലാക്സേഷനും ഒരാൾക്കും നമ്മൾ കൊടുത്തിട്ടില്ല, ഒരാൾക്കും. അല്ലെങ്കിൽ അവിടുന്ന് വന്നു ഇവിടുന്ന് വന്നു, അല്ലെങ്കിൽ എൻ്റെ ആളാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്താലും വന്നിട്ടുമില്ല. 29 കൊല്ലം 7,000-7,500 ആളെ സെൻട്രൽ ഗവൺമെന്റിലെ റിക്രൂട്ട്മെന്റിന്റെ ചെയ്യേണ്ടത് ഇത് വന്നിട്ടുണ്ട്. പക്ഷേ യു വിൽ ബി സർപ്രൈസ്, ഒരു റെക്കമെൻഡേഷനിലിട്ട് പുറത്തു പോലും ഒരാളെ പോലും ഞാൻ അപ്പോയിന്റ് ചെയ്തില്ല. ഐ ഗോട്ട് ടു പറയില്ല, ഇതിൽ പറയാൻ പറ്റില്ല എനിക്ക്, 2 റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം ബിഗ് പേഴ്സണാലിറ്റീസ് ഇൻ ഇന്ത്യ. പറയാൻ പറ്റില്ല അത്. കാരണം എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ, ഒരാളെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുള്ളൂ. പക്ഷെ കാരണം അത് ചോദിക്കേണ്ട കാര്യം അവരുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന 2 പേരുടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഞാനെന്താ പറഞ്ഞ, സാറ് തരൂ, ഐ വിൽ കീപ് ഇൻ ദ ആക്റ്റീവ് ഫയൽ. ഒരു കമ്മിറ്റ്മെന്റും കൊടുത്തില്ല. ആക്റ്റീവ് ഫയലിൽ ഞാൻ വെച്ചോളാം എന്ന് വെച്ചാൽ അവര് പിന്നീട് കൺസിഡർ ചെയ്യും എന്നുള്ള ധാരണയിലൊന്നും ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. എന്താ കാരണം അറിയോ? ഒന്നാമത് സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ നിങ്ങൾ പേഴ്സണലായിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ പാടില്ല. ഞാൻ അന്നത്തെ റൂളാണ് പറഞ്ഞത്. അന്ന് ഓൺലൈൻ ഒന്നും ഇല്ല, ബൈ പോസ്റ്റ് വരണം. കവറ് ആപ്ലിക്കേഷൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണം. ബൈ പോസ്റ്റ് എന്ന് കാണിക്കാൻ സ്റ്റാമ്പ്, പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റൽ ഓർഡർ വേണം. ഇൻവേർഡ് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. ഇപ്പോൾ 15 ദിവസത്തിനുള്ളിലാണെന്ന് വെച്ചാൽ 5 മണി വരെ എടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് വന്നാൽ റിജക്ട് ചെയ്യണം. റിജക്ട് ചെയ്യാൻ പറഞ്ഞാൽ വേറൊരു ഫയലില്ല, അത് എടുക്കില്ല. വെറും പോസ്റ്റ് ഓർഡർ മാത്രം എടുക്കും. ആ 5 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ 10 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 10 ദിവസം 5 മണി വരെ പറ്റൂ. 5 മണിക്ക് ശേഷം വന്നാൽ മുഴുവൻ വേറൊരു ഫയൽ ഇടും. കാരണം അതിൽ പോസ്റ്റൽ ഓർഡർ ഉണ്ട്. അപ്പൊ അത് ചിന്തി കളയാൻ പറ്റില്ലല്ലോ, സ്വീകരിക്കില്ല. വഴിയിൽ നിന്ന് കിട്ടുന്നതോ ഗേറ്റിൽ കൊണ്ടുവന്ന ആപ്ലിക്കേഷനോ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇത് എവിടുന്ന കിട്ടിയിരിക്കും, എവിടെ നമ്പർ, ഇതാരെ കൊണ്ടുവന്ന് എന്ന് ചോദിച്ചാൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയണം. മനസ്സിലായോ? അപ്പൊ വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഏറ്റവും ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ അറിയുന്ന ആളുകളോട് ഞാൻ പറയാണ്, ഐ ഹാൻഡിൽഡ് ഇൻഡസ്ട്രി റിലേഷൻ. ഐ വാസ് വെരി സക്സസ്ഫുൾ ഇൻഡസ്ട്രി റിലേഷൻ മാനേജർ in public sector undertaking. I was so happy that എനിക്ക് ഏറ്റവും നല്ല വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അനവധി വർഷം അനവധി യൂണിയനുകളെ വളരെ ഹാപ്പി. പക്ഷേ ഐ ആൾസോ ഹാൻഡിൽഡ് റിക്രൂട്ട്മെന്റ് ഫോർ മെനി ഇയേഴ്സ്, മെനി ഡിക്കേഡ്സ്. അപ്പോ റിക്രൂട്ട്മെന്റ് ഈസി അല്ല. ഐഡന്റിഫൈങ് ദ കറക്റ്റ് പേഴ്സൺ, നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിന്റെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷന് ഉള്ള ആളുകളെ എടുക്കുക. റിട്ടേൺ ടെസ്റ്റിലൂടെയും പേഴ്സണൽ ഇന്റർവ്യൂയിലൂടെയും അവരുടെ കമ്മ്യൂണിക്കേഷൻ നോളജും മറ്റതും ഡൊമൈൻ നോളജും ഇതെല്ലാം നോക്കിയിട്ട് എടുക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ റിസർവേഷൻ പോയിന്റ്, SC ST OBC അവർ ഇത്ര ശതമാനം ഉണ്ട്, അതിൽ ഒരാളുടെ തെറ്റ് വന്നാൽ മുഴുവൻ അഡ്വർടൈസ്മെന്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. SCക്ക് പകരം ST എടുക്കുക, STക്ക് പകരം SC എടുത്തു. SCക്ക് ജനറലിനെ എടുക്കേണ്ടത് അല്ലെങ്കിൽ SC എടുക്കേണ്ടത് ജനറലായിട്ട് എടുത്തു വിചാരിക്കുക, നിങ്ങളൊക്കെ നോട്ടീസ് കിട്ടും കമ്മീഷണറുടെ അടുത്ത് നിന്ന്. SC ST കമ്മീഷണറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഉത്തരം പറയണം. അത് രാവിലെ മുതൽ 5 മണി വരെ അവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഈസി അല്ല ഗവൺമെന്റിലെ, സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ. അപ്പോൾ ഓഫ് കോഴ്സ് ഐ ആം വെരി എലാബറേറ്റ് ചെയ്യുന്നില്ല. ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. ഐ നെവർ ഫേസ് എനി പ്രോബ്ലം. Decades, some 3 decades I worked and comfortably. അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കിട്ടും, നമുക്ക് ഒരു ചാർജ് ഷീറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. But I was having mental satisfaction that I had done what I am supposed to do. That selecting the right person for the right job and keeping that person at the right place. അതാണ് റിക്രൂട്ട്മെന്റ്.
റൈറ്റ് പേഴ്സണെ, റൈറ്റ് ജോബിന് റൈറ്റ് പേഴ്സൺ ആൻഡ് റൈറ്റ് പ്ലേസിൽ നിങ്ങളെ സെലക്ട് ചെയ്തവരാ അല്ലെ റൈറ്റ് പ്ലേസിൽ വെക്കണ്ടേ. അതാണ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അവിടെയാണ് പ്രശ്നം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പ്രശ്നം വരും. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് അത്യാവശ്യമാണ്. പിന്നെ സ്ട്രോങ് ഓർഗനൈസേഷണൽ ലീഡേഴ്സ്, ഓരോരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, നമ്മുടെ CEO ആരായിക്കോട്ടെ, നല്ല നല്ല ലീഡേഴ്സ് അത്യാവശ്യമാണ്. നിങ്ങളൊരു ബാങ്കിലെ മാനേജർ നോക്കിയുള്ളൂ, അവരുടെ ടാസ്ക്, അവർക്ക് ഇത്ര ടാർഗറ്റ് വേണം, അത് നോക്കൂ. അപ്പൊ അവർ ലീഡേഴ്സ് അല്ലേ അത്. എബിലിറ്റി ടു കോമ്പീറ്റ് ഇൻ ഇന്നോവേഷൻ, നല്ല നല്ല ക്രിയേറ്റിവിറ്റി, കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം. അല്ലെങ്കിൽ ഇവരിപ്പോ നമ്മളൊരു കാറ് വിൽക്കണം വിചാരിക്കുക, കസ്റ്റമർ ഹാപ്പി അല്ല, ബ്രേക്ക് ഡൗൺ ആണ്, ഇത് സപ്ലൈ ചെയ്യുന്നില്ല, ടൂള് സ്പെയർ പാർട്ട് കിട്ടും, ആരെങ്കിലും വാങ്ങും പിന്നെ വണ്ടി. കസ്റ്റമർ സർവീസ് ഈസ് ഈക്വലി, അല്ലാണ്ട് സെയിൽസ് അല്ല പ്രാധാന്യം, ആഫ്റ്റർ സെയിൽ സർവീസ് ആൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഒരു TV ഫ്രിഡ്ജോ നിങ്ങൾ എങ്ങനെയെങ്കിലും ആളുകളെ പെർസൂഡ് ചെയ്ത് വിൽക്കും, പക്ഷെ അത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യാനോ വിളിച്ചാൽ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ എന്താ സ്ഥിതി? ആഫ്റ്റർ സെയിൽ സർവീസ് ഷുഡ് ബി എഫക്റ്റീവ്, ലോവർ ദാൻ ആവറേജ് ടേൺ ഓവർ റേറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, ലേണിംഗ്, ട്രെയിനിങ്. പിന്നെ ഇവിടെ സമയത്തിന്റെ വളരെ അഭാവമുണ്ട്. നോക്കൂ, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ചെറിയ ഒരു പ്രശ്നം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന് വളരെയധികം നമ്മൾ ബഡ്ജറ്റിൽ എമൗണ്ട് ഇയർ മാർക്ക് ചെയ്യുന്നില്ല. അത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എപ്പോഴും അത്യാവശ്യമാണ്. കാരണം നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് വേറൊരു പുതിയ മെഷീൻ വന്ന് വിചാരിക്കുക, നോക്കോളൂ, നമ്മുടെ പ്ലെയിൻ പറപ്പിക്കുന്നുണ്ട് അല്ലേ, ഓരോരോ പൈലറ്റ് ഉണ്ടല്ലോ, ഫൈറ്റർ പൈലറ്റൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ റാഫേൽ വന്നു ഫ്രാൻസിൽ നിന്ന്. ഈ സാധാരണ പൈലറ്റിന് അത് പറപ്പിക്കാൻ പറ്റുമോ? അതിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടേ? അതിന് ഫ്രാൻസിൽ പോണ്ടേ? അതിന് കാശ് വേണ്ടേ? അപ്പൊ ഓരോന്നായ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ അതിന് റീട്രെയിനിങ്ങും മറ്റേ പലതും ഉണ്ട്. അപ്പൊ അതിന് ബഡ്ജറ്റ് വേണം, ട്രെയിനിങ് കലണ്ടർ വേണം, റീഫ്രഷർ കോഴ്സ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ വേണം. സൂപ്പർവൈസറി ഡെവലപ്മെന്റ്, ഇതൊക്കെ വേണം. നോളേജ് ഈസ് വെരി വെരി എസെൻഷ്യൽ. ഓക്കെ, സോ അങ്ങനെ ഓർഗനൈസ്. പിന്നെ കൺട്രോൾ, യെസ്, കമ്മിറ്റ്മെന്റ്, വി എക്സ്പെക്ട് കമ്മിറ്റ്മെന്റ് ഫ്രം ദ എംപ്ലോയീസ്, അതും ഒരു നമ്മുടെ കൾച്ചർ ആയിരിക്കണം. പിന്നെ ഓരോരോ ഓർഗനൈസേഷനും വാല്യൂസ് ഉണ്ട്. അവരുടെ പേര് കളഞ്ഞിട്ട് അവർ യാതൊരു കാര്യം ഇതിൽ കോംപ്രമൈസ് ചെയ്യില്ല. അത് നമ്മൾ പ്രിസർവ് ചെയ്യണം കേട്ടോ. അതായത് ഓർഗനൈസേഷന്റെ ഇന്ന ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ബിർള ഗ്രൂപ്പാണ്, ടാറ്റ ഗ്രൂപ്പാണ്, ഇൻഫോസിസ് ആണ്, വേറെ എന്തെങ്കിലും ഇതാണ്, ഓരോരോ ഓർഗനൈസേഷൻ അതിന്റെ വാല്യൂസ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എംപ്ലോയീസിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായില്ലേ? അടുത്തത്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൊമിനന്റ് കൾച്ചർ ഉണ്ട്, അതായത് അടിച്ചേൽപ്പിക്കുന്ന കൾച്ചർ. ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുന്നില്ലേ. സബ് കൾച്ചർ ഉണ്ട്. പിന്നെ സ്ട്രോങ്, ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടാവും ചിലപ്പോൾ ഓർഗനൈസേഷനിൽ, വീക്കായിട്ട് ചിലതുണ്ടായിരിക്കും, ചിലത് മറ്റുള്ളവരെ കണ്ട് പഠിക്കുന്നുണ്ടാവും. അവിടെ അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് നമ്മളങ്ങനെ. അവിടെ യൂണിഫോം ഉണ്ട്, അപ്പൊ നമ്മൾ യൂണിഫോം ഇടും. അവിടെ നല്ല ഷൂ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ വാങ്ങിക്കോളാം. അവിടെ നമ്മൾ എന്താ പറയണ്ടേ, പണ്ട് നമ്മുടെ പോസ്റ്റ്മാൻ്റെ ഒക്കെ എന്തായിരുന്നു യൂണിഫോം, പിന്നെ അവർ പറഞ്ഞു വേറെ ടെറിക്കോട്ട് ഷർട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? നമ്മുടെ KSRTC കണ്ടക്ടറിന്റെ ഇവിടെ എന്തായിരുന്നു പണ്ട്, ഇപ്പൊ നീലയായിരിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തോ ബ്ലൂ എന്തോ സംതിങ്. അങ്ങനെ ഫങ്ഷണൽ, ഡൈഫങ്ഷണൽ, ഓരോ കൾച്ചറാണ്. റേഷണൽ കൾച്ചർ, ഡെവലപ്മെന്റ് കൾച്ചർ, ഡെവലപ്മെന്റ്, ഗ്രോത്ത്. പിന്നെ മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കൾച്ചർ, ഹൈറാർക്കിയൽ, അതായത് അത് ഒരു ലെവലിൽ നിന്ന് മറ്റേ ലെവല്, മറ്റേ ലെവലിൽ നിന്ന് മറ്റേ ലെവൽ, ഓരോരോ പരസ്പര ബഹുമാനം, മേപ്പെട്ടു പോക്കലും, അതൊക്കെയാണ്. അത് ഓർഗനൈസേഷൻ, ക്ലിയർ കട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് റിക്വയർഡ് ഫോർ ഹൈറാർക്കിയൽ മേപ്പെട്ട് പോവാൻ. ആ സ്ട്രക്ചറിൽ പ്രൊവിഷൻ വേണം. ബ്രാഞ്ച് മാനേജർക്ക് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ റീജിയണൽ മാനേജർ വേണ്ടേ പോസ്റ്റ്? റീജിയണൽ മാനേജർക്ക് മേപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിവിഷണൽ മാനേജർ വേറെ എന്തെങ്കിലും വേണ്ടേ? ഡിവിഷണൽ മാനേജർക്ക് മേപ്പെട്ട് പോകണമെങ്കിൽ സോണൽ മാനേജർ വേണ്ടേ? അതാണ് കൾച്ചർ. ഓക്കെ, നൗ അതുകൊണ്ട് വർക്ക് ഹാർഡ്, പ്ലേ ഹാർഡ്, ടഫ് ഗൈ, മെക്കോ കൾച്ചർ, പ്രഷർ ഓൺ കൾച്ചർ, ബെറ്റ് ദ കമ്പനി കൾച്ചർ. ഓരോരോ കമ്പനിക്ക് ഓരോ വിധത്തിലുള്ള കൾച്ചറാണ്. അത് നമ്മളെ അതേ വിധം അവിടെ അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരും. അവിടെ ഓരോരോ ഏത് വിധത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, കസ്റ്റമർ റിലേഷൻ എങ്ങനെ ആയിരിക്കണം, അവിടുത്തെ എന്തൊക്കെ ബ്രാൻഡ്, ഇതൊക്കെ അവർ പറഞ്ഞു തരും. അതേമാതിരി നമ്മളെ ചെയ്യണം. പിന്നെ ക്വാളിറ്റി, ഇതൊക്കെ. പിന്നെ മെയിൻറ്റെയിനിങ് ഓർഗനൈസേഷൻ കൾച്ചർ. പിന്നെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കണം. ആളുകളെ അത് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് പ്രോപ്പർ ആയിരിക്കണം.
അതായത് അതാത് സ്ഥാനത്ത് എന്തിനാ റിക്രൂട്ട് ചെയ്യിച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. അല്ലാണ്ട് ഒരു കെമിക്കൽ എഞ്ചിനീയർ ഫൈനാൻസിന്റെ ആയിട്ടാക്കിയാൽ എന്താ സ്ഥിതി? കെമിക്കൽ എഞ്ചിനീയർ ഫൈനാൻസിന്റെ ആയിട്ട് തന്നെ പോയിട്ട് സിവിൽ എഞ്ചിനീയർ ആക്കിയ എന്താ സ്ഥിതി? പ്ലേസ്മെന്റ്, കീപ് ദ പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ്. ജോബ് മാസ്റ്ററി ഏറ്റവും നല്ല ഇത്. അഡ്ഹിയറൻസ് ടു ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്, റെക്കഗ്നിഷൻ, പ്രൊമോഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ചേഞ്ചിങ് ഓർഗനൈസേഷൻ, ഡെവലപ്പിംഗ് അലൈൻഡ് ഫോക്കസ് ഓർഗനൈസേഷൻ. ഇപ്പോൾ വളരെയധികം ചേഞ്ചസ് ആണ് അത് വരുന്നുണ്ട്. അടുത്ത ചാപ്റ്ററാണ് ന്യൂ ലീഡർഷിപ്പ്, അടുത്തത് അതാണ്. കരിസ്മാറ്റിക് അടുത്തത് അതാണ്. ട്രാൻസ്മിറ്റ്, അങ്ങനെ ഓർഗനൈസേഷൻ കൾച്ചറിനെ പറ്റിയിട്ടാണത്. സോ ലേണിംഗ്, ഓരോരുത്തരെ ഓർഗനൈസേഷൻ പഠിച്ചുകൊണ്ട് വീഴ്ച, അതായത് ചിലപ്പോൾ ഫെയിലിയർ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലേണിംഗ് ഓർഗനൈസേഷൻ ആണ് വേണ്ടത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. കണ്ണ് ഓപ്പൺ ചെയ്തിട്ട് 4 പറ എന്താ നടക്കുന്നത്, അതേമാതിരി നമ്മൾ നോക്കിയ കോമ്പറ്റീഷൻ ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുക. സിസ്റ്റമാറ്റിക് തിങ്കിങ്, പേഴ്സണൽ മാസ്റ്ററി, മെന്റൽ മോഡൽ, നമ്മളെ ഓരോ മാനസിക തയ്യാറെടുപ്പ്, വിഷൻ ഷെയർ, നമ്മുടെ ഷെയർഡ് വിഷൻ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് എങ്ങനെ വേണം. ടീം ലേണിംഗ്, ഓരോ ടീമും പഠിക്കണം. അതായത് ഫൈനാൻസും ആകട്ടെ, എല്ലാ ടീമും ആയിക്കോട്ടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതാണ് ലേണിംഗ് ഓർഗനൈസേഷന്റെ എവരി വൺ ക്യാൻ ബി, അതിനെ പറ്റിയിട്ടൊക്കെയാണത്. ലേണിംഗ് ഫ്ലോസ്. ലേണിംഗ് എപ്പോഴും മുകളിൽ നിന്ന് താഴത്തേക്കാണ്. അതായത് നമ്മുടെ ടോപ്പില് ആള് എങ്ങനെയുണ്ട് അതനുസരിച്ചായിരിക്കും താഴെയുള്ള ആള്. അപ്പൊ അവിടുത്തെ ആള് സ്ട്രിക്റ്റ് ആണെങ്കിൽ താഴത്തെ ആളുകളും സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ കൺക്ലൂഷൻ ഹിയർ, ന്യൂ ഐഡിയാസ് നിങ്ങൾ വായിച്ചാൽ മതി. ദ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ഈസ് എൻ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ പറഞ്ഞു. സെവറൽ ഫാക്ടേഴ്സ് പറഞ്ഞു. These factors range from depiction healthy organization culture velam. Term culture in the organization context was first introduced Elliot Jacques in his book The Changing Culture of the Factor in 1951. ആ ബുക്കിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫിലോസഫി, ഓർഗനൈസേഷന്റെ കൾച്ചറെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത്, ഓർഗനൈസേഷൻ ഗ്രോത്ത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന എംപ്ലോയിയുടെ നോളേജ് വർദ്ധിപ്പിക്കുക. യൂണിറ്റ് 14, ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓർഗനൈസേഷൻ ചേഞ്ച് ആൾവേസ് ടേക്കിംഗ് പ്ലേസ്. മോഡേൺ വേൾഡ് ഇസ് ദ വേൾഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ. ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. കൺസെപ്റ്റ്, അപ്പൊ ഇതിൽ പറയുന്ന ഓർഗനൈസേഷൻ ചേഞ്ച്, ഫോഴ്സസ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്, മേജർ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്, ഹ്യൂമൻ റെസ്പോൺസ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ, അപ്രോച്ചസ്, അതേമാതിരി കൺസെപ്റ്റ്, അതൊക്കെയാണ് വിവരിച്ചിരുന്നത് ഇതിൽ. ഓക്കെ, ടുഡേ ഓർഗനൈസേഷൻ ഹാവ് ബീൻ ഫേസ്. ഇന്ന് എല്ലാ കമ്പനികളും പല പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതുകൊണ്ട് ആളുകളെ കമ്മിയാക്കുന്നു അല്ലേ? നോക്കൂ, പറയണ്ടല്ലോ, എല്ലാ കമ്പനികളിലും വേറെ രസങ്ങളുണ്ട്. ആളുകളെ കബളിപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. ഡോണ്ട് പറയും, ഞങ്ങൾ ഈ പ്രാവശ്യം 20,000 ആളുകളെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ എടുക്കണം. അപ്പുറത്ത് 40,000 പിരിച്ചു വിട്ടിട്ടുണ്ടാവും. പേര് ഞാൻ പറയുന്നില്ല. 40,000 ഒരു ദിവസം പിരിച്ചുവിട്ട കമ്പനിയുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കാരണം ഇത് ത്രൂ ഔട്ട് ഇന്ത്യ ടെലികാസ്റ്റാണ്. എന്നിട്ട് 20,000 എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെന്നാ പിന്നെ പറയുന്നത്? ഞങ്ങൾ ഇത്ര എടുക്കാൻ പോകുന്നുണ്ട്. എന്തെടുക്കാൻ വന്നാൽ അവിടെ നിന്ന് പോകുന്ന അത്രയുണ്ട്. അപ്പോ ഇത് കേട്ടപ്പോ ഞാന് ചോദിച്ചു, ഈ 40,000 ത്രൂ ഔട്ട് ഇന്ത്യയിലാണ് പോയത് കേട്ടോ, ഒരു കമ്പനി. അപ്പൊ ഞാൻ പേഴ്സണൽ മാനേജർ, നല്ല റിലേഷൻ ഉണ്ട്, പേഴ്സണൽ മാനേജറോട് ചോദിച്ചു, എന്താ ഇത് ഈ 40,000 ആളുകൾ 5 മണിക്ക് പറയുന്നത് നാളെ മുതൽ വരേണ്ടത്? അപ്പൊ ഇവരൊക്കെ കോൺട്രാക്ട് ബേസിസ്, പക്ഷെ അവര് ശമ്പളം എല്ലാം കൊടുത്തിട്ട്, എല്ലാം ഫെസിലിറ്റീസ് കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന്. അപ്പോ സാറേ ഇത് പറയാൻ പറ്റില്ല, ടെലിഫോണിൽ ഒട്ടും പറയാൻ പറ്റില്ല, കാരണം ആരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്യും. ഞാൻ പേഴ്സണലായിട്ട് പറയാം പിന്നീട്. പിന്നീട് ഞാൻ ഒരു പ്രാവശ്യം പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല വലിയ വലിയ ലക്ഷക്കണക്കിന് റുപ്യ ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പൊ ആ സ്ഥാനത്ത് ഒരാളുടെ സ്ഥാനത്ത് 4 ആളെ പയ്യന്മാരെ എടുത്തിട്ടുണ്ടെങ്കിൽ യങ് ബ്ലഡ് അവർ എവിടെ വെച്ചാൽ ഓടിക്കോളും, എവിടെ വെച്ചാൽ പൊക്കോളും. അമേരിക്ക പോകാൻ പറഞ്ഞാൽ അമേരിക്കയിൽ പോവും, നോയിഡയിൽ പോകാൻ പറഞ്ഞാൽ പോവും. വയസ്സന്മാർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ പൈസ ലാഭിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഓരോരുത്തരുടെ മാനേജ്മെന്റ് ഫിലോസഫി. സോ ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ അത് ഓരോന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് മാറി. ഇപ്പൊ നാളെ കണ്ടു ബൈജു തിരുവനന്തപുരത്തെ ഇത് മറ്റുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ മാറ്റിയിട്ട് ബാംഗ്ലൂർക്കാക്കി. ഉടനടി ചീഫ് മിനിസ്റ്റർ അയാളെ കണ്ടു. ഇല്ല ഞങ്ങൾ അടയ്ക്കുന്നില്ല. എന്താ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകളവിടെ എൻ്റെ അവിടെ നമുക്കറിയില്ല തിരുവനന്തപുരത്തുണ്ടോന്ന്. അതിപ്പോ എന്താണ്ട് ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു, ഇല്ല ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഓഫീസ് അടക്കില്ല. നാളെ ഓരോന്നിനും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും.
നമുക്കതിന് പറയാം, ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പറയാൻ പറ്റുമോ? പറ്റില്ല. പ്രൈവറ്റ് കമ്പനിയാണ്. കാരണം IT ആണ്, പറ്റില്ല. അവർക്ക് സർവൈവ് ചെയ്യണ്ടേ? അതാണ് സ്ഥിതി. It has resulted in emergence of the new rules, new boundaries, new behavior pattern. നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ ബിഹേവിയർ ഒന്നും ഇപ്പോൾ ഓർഗനൈസേഷൻ പറ്റില്ല. ടു അണ്ടർസ്റ്റാൻഡ് ദീസ് റൂൾസ് ആൻഡ് അവയർനെസ് അബൌട്ട് ബിഹേവിയർ നമുക്ക് മാറിയേ പറ്റൂ. ആൻഡ് മീറ്റ് ദ ചാലഞ്ചസ് എഫക്റ്റീവ്ലി. ചാലഞ്ചസ് ഉണ്ടാവും, അതിനെ മീറ്റ് ചെയ്യണം. മാനേജേഴ്സ് ഹാവ് ടു പൊസസ്. പിന്നെ മാനേജർക്കും കഴിവണം, നോളജ് വേണം ഹാൻഡിൽ ചെയ്യാൻ. അതിന്റെ അപ്ലിക്കേഷൻ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ മാനേജർ ഹാസ് ടു പ്ലേ എ വൈറ്റൽ റോൾ. അതായത് എങ്ങനെയായിരിക്കണം സബോർഡിനേറ്റ്സ്. All organization, whether in public or private sector, work in a dynamic changing. പറയേണ്ട ആവശ്യമാണ്. ബാങ്ക് പണ്ട് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം പബ്ലിക് സെക്ടറിന്റെ അടിക്കും അല്ലേ? എന്നിട്ട് എന്താ ഇപ്പോ? പകുതി പ്രൈവറ്റൈസ് ആയി, മെർജ് ചെയ്തു അല്ലേ? ചിലത് ICICI ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെ പ്രൈവറ്റ് എല്ലാവർക്കും, അവർക്കും ഇവർക്കും ഒക്കെ. ചില നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ അടിക്ക് പ്രൈവറ്റ് ആയി. മോഡേൺ ബ്രെഡ് അതൊക്കെ പണ്ട് ഗവൺമെന്റിന്റെ ആയിരുന്നു, ഇപ്പൊ ഇത് പ്രൈവറ്റ് ആയി. അങ്ങനെ പലതും ഞാൻ ബാക്കി പറയുന്നില്ല. അങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ചിങ് എൻവയോൺമെന്റ് ആണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് മാറ്റം അനിവാര്യമാണ്. ഓർഗനൈസേഷൻ ഹാവ് ആൾവേസ് എക്സ്പീരിയൻസസ് ബോത്ത് എവല്യൂഷണറി ഇൻക്രിമെന്റൽ ചേഞ്ചസ്. അപ്പൊ ചേഞ്ചസ് ഉണ്ടാവല്ലോ. ചേഞ്ച് വിത്തിൻ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു മോഡിഫിക്കേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. പിന്നെ ചേഞ്ച് നമ്മൾ അതിനോടൊപ്പം നമ്മള് ആ ബിഹേവിയർ അതേമാതിരി ചേഞ്ച് ചെയ്യണമല്ലോ. നമ്മളതിന് തയ്യാറെടുപ്പ് എടുക്കണമല്ലോ ഇൻ ദ ഓർഗനൈസേഷൻ. ഇൻ സിമ്പിൾ ടേംസ്, ചേഞ്ച് ഈസ് എ ഡെയിലി ഈവൻ. അതായത് ഈവൻ മോസ്റ്റ് വർക്ക് എൻവയോൺമെന്റ് ചേഞ്ച്. ടെക്നോളജി ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. ടെക്നോളജി മാറുമ്പോൾ ജോബ് മാറും. ഓർഗനൈസേഷന്റെ ഓരോന്ന് മാറ്റങ്ങൾ വരും അല്ലേ? ഇപ്പൊ ഓൺലൈനിലാണ് എല്ലാ പരിപാടികളും. മനസ്സിലായില്ലേ? ഭക്ഷണം വിതരുന്നത് ഓൺലൈനിലാണ്, എല്ലാം ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈനിലാണ്, എല്ലാം. അപ്പൊ ടെക്നോളജി വികസിക്കുമ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. മനസ്സിലായില്ലേ? പിന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. മോഡേൺ ഓർഗനൈസേഷൻസ് ആർ ഹൈലി ഡൈനാമിക്, വെർസൈറ്റൽ. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഡൈനാമിക് ആയിരിക്കണം, അഡാപ്റ്റ് ചെയ്യണം. മറ്റുള്ള സിസ്റ്റം നമ്മൾ നല്ല സിസ്റ്റം മറ്റുള്ള കമ്പനികൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നല്ല റിക്രൂട്ട്മെന്റ്, മിടുക്കന്മാരായ ആളുകൾ, അതേമാതിരി നല്ല സർവീസ് റൂൾസ്. എന്നാൽ അവിടുന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ആളുകൾ ചാടിപ്പോവില്ല. അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളിൽ കൂടുതൽ സാലറി ഇല്ല, അങ്ങോട്ട് ചാടിപ്പോവും. സോ ചേഞ്ചസ്, ഓർഗനൈസേഷൻ ചേഞ്ച് മേ ഹാവ് ദ ഫോളോയിങ് 3 ഫീച്ചേഴ്സ്. ചേഞ്ച് ഇൻ എനി പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ഡിസ്റ്റർബ് ദ ഈക്വിലിബ്രം. പിന്നെ ഒരു കാര്യം, ആളുകൾ രാജിവെച്ചാൽ ഇങ്ങനെ പോവാണ് വിചാരിക്കുക, കമ്പനിയുടെ ബാലൻസ് പോയില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ. അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ പോയി, ഇവിടുത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോയി, ഇവിടുത്തെ സിവിൽ എഞ്ചിനീയർ പോയി, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പോയി, HR മാനേജർ പോയി. ബാലൻസ് പോയില്ലേ കമ്പനിയുടെ. അതായത് ഇവരെ കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്യണ്ടേ? വൈറ്റൽ പോസ്റ്റ് അല്ല ഇതൊക്കെ. എനി ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ ക്യാൻ അഫക്ട് ദ ടോട്ടൽ ഓർഗനൈസേഷൻ. നോക്കൂ, ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനി വേറെ, ഉദാഹരണം നമ്മുടെ ഇന്ത്യ ടെലിവിഷൻ, നമ്മുടെ അഡാനി എടുത്തു. ഓർഗനൈസേഷൻ സ്ട്രക്ചറേ മാറും. ചെയർമാൻ, ആരാണ് പ്രസിഡന്റ്, ആരാണ് ജനറൽ മാനേജർ, ആരാണ് ഓപ്പറേഷൻസ്, എല്ലാം മാറും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ അതേമാതിരി എയർപോർട്ട് പലതും, അതും പ്രൈവറ്റ് ആണ്. അപ്പൊ അതും മാറും, എല്ലാം മാറും. അപ്പോൾ അങ്ങനെ ഓർഗനൈസേഷണൽ ചേഞ്ചസ് വരും. ചേഞ്ച് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ അതിനോടൊപ്പം താളം തുള്ളി പോണം, അല്ലാണ്ട് അതിനെതിര് പോരുത്. ഞാൻ ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ തന്നെ മാത്രമേ ഉണ്ടാവൂ, ബാക്കിയുള്ളവരൊക്കെ മുമ്പാക്കം പോകും. മനസ്സിലായോ? ഫോഴ്സസ് ഓർഗനൈസേഷൻ ചേഞ്ച്. നേച്ചർ ഓഫ് വർക്ക് ഫോഴ്സ്. പിന്നെ ഓർഗനൈസേഷൻ ചേഞ്ചില് നമ്മുടെ വർക്ക് ഫോഴ്സ് പണ്ടത്തെ പറ്റില്ല. സ്കിൽഡ് മാൻ പവർ ഈസ് there is a shortage throughout the country for getting skilled workers. സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാൻ ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുക അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. സ്കിൽഡ് വർക്കർ വേണം. അപ്പോൾ വർക്ക് ഫോഴ്സ് അതേമാതിരി നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഓരോരോ ഇത് സമയത്ത് ചിലത് നമ്മൾ പല കൊളാബറേഷനും മറ്റേതൊക്കെ ഉണ്ട്. അതേമാതിരിയുള്ള വർക്ക് ഫോഴ്സ് നമുക്ക് വേണം, എന്നാലേ നമുക്ക് പലതും ചെയ്യാൻ പറ്റൂ. ടെക്നോളജി പറയേണ്ട ആവശ്യമല്ലോ. പുതിയ ടെക്നോളജി, എക്കണോമിക് ഷോക്സ്, കോമ്പറ്റീഷൻ, എവർ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ ആണ് നമുക്ക്. സോഷ്യൽ ട്രെൻഡ്സ്. പിന്നെ
നമ്മളെ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് സമൂഹത്തിൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നമ്മുടെ ആ ജീവിത രീതി, ജീവിത സ്റ്റൈല് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കല്ലേ. നമ്മളെ ഓരോന്ന് പഠിച്ച് നമ്മൾ ഹയർ പൊസിഷൻ ആവുന്നു. അതേമാതിരി നമ്മുടെ ലൈഫും അതേമാതിരി 10 കാറ്, 20 കാറും 35 കാറും ഒക്കെ അങ്ങനെ പോകുന്നു. 1 സെന്റ് നെല്ലിനെ കേട്ട് 1 സെന്റ് 2 സെന്റ് ടോട്ടൽ സ്ഥലം ഉണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 6, 7 ബംഗ്ലാവൊക്കെയാണ് ഓരോന്ന്. മനസ്സിലായേ? ഈ 7 ബംഗ്ലാവിൽ ഒരാൾ താമസിക്കില്ലല്ലോ. അതായത് ഈ 1 സെന്റോ 2 സെന്റോ 13 ആൾക്ക് ഷെയർ ചെയ്യേണ്ടതാണ് ഉണ്ടായിരുന്നത്രേ. അയാൾക്ക് ഇന്നലെ പറഞ്ഞു കേട്ടു ടി വിയിൽ. അയാളുടെ ഇപ്പം എത്ര വീടാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. പോട്ടെ, അതൊക്കെ എന്താ ഞാൻ പറയേണ്ടത്, ശരിയായ വിധത്തിലായിരിക്കുമോ? ആലോചിക്കൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ എത്രയോ ഹാഫ് സെഞ്ചുറി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, സത്യസന്ധതയോടു കൂടി നല്ല വിധത്തിൽ ജോലി ചെയ്താൽ, മനസ്സിലായോ പറയുന്ന, അണ്ടർലൈൻ ദിസ് വേർഡ്സ്, മാക്സിമം നിങ്ങൾക്ക് ഒരു വീടോ അല്ലെങ്കിൽ മക്കളെ റിട്ടയർമെന്റിന് ശേഷം മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കാനോ കുറച്ച് എന്തെങ്കിലും ബാങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇടാനേ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 10 ബംഗ്ലാവുണ്ട് 20 ബംഗ്ലാവുണ്ട്, ശരിയായ അധ്വാനത്തിലൂടെ കിട്ടിയതാവില്ല. പോരാ. കാരണം ഞാൻ ഗവൺമെന്റിലും ഞാൻ സീനിയർ മോസ്റ്റ്, ഞാൻ വാടകയ്ക്ക് എപ്പോഴും താമസിക്കുന്നു. ഗവൺമെന്റിലെ ടോപ്പ് പൊസിഷൻ ഞാൻ ഹാൻഡിൽ ചെയ്ത ആളാണ്. I was very honest when I was doing recruitment also, when I was awarding the contract also. I got several meritorious service awards also. So നിങ്ങൾ ചോദിക്കും, അപ്പം നിങ്ങൾ റിട്ടയർമെന്റ് ശേഷം I took VRS and afterwards, I just gave to the needy people, who were wanted to, construct house and other thing. അവർക്കെല്ലാം ഓരോരുത്തർ കൊടുത്ത്, എനിക്കൊന്നും ആരും തിരിച്ചു തന്നില്ല. Then I didn't make a house. Still I am. Still ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. I was working very good salary, highest position in the central government office, and എല്ലാ ആനുകൂല്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇതെല്ലാം. പക്ഷെ സ്ഥിതി ഇതാണ്. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ അതുപോട്ടെ, എൻ്റെ കാര്യം പോട്ടെ കേട്ടോ, മാക്സിമം നിങ്ങൾ ആലോചിക്കൂ, ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു വീട് ഉണ്ടാക്കാം. 55 വയസ്സിനുള്ള 56 വയസ്സ് 58 നല്ലൊരു വീടുണ്ടാക്കാം. മക്കളെ ആരെങ്കിലും ഒരു പ്രോപ്പറായിട്ട് വിവാഹം ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് 56 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാലും കുറെ 10-30 കൊല്ലം പിന്നെയും ജീവിക്കാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇതിലും ഇതൊന്നും ഉണ്ടാവില്ല സാധാരണ. മനസ്സിലായി? ഈ കുട്ടികളുടെ വിവാഹം എല്ലാം കഴിഞ്ഞ് കൊടുക്കുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ. മനസ്സിലായില്ലേ? അല്ല, എൻ്റെ ഉണ്ട്, അതുണ്ട്, ആനയുണ്ട്, ചേനയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബാക്കി പറയാൻ എനിക്കില്ല. ഓക്കെ, പിന്നെ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിച്ച് പഠിച്ചോളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ജീവിതത്തിൽ എത്രത്തോളം പൊസിഷനിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് പല വിധത്തിലും സമ്പാദിക്കാമല്ലോ. ഗവൺമെന്റിലും അതേ പല വിധത്തിലും നമുക്ക്. പക്ഷെ സത്യസന്ധതയോടു കൂടി അതാണ് എന്തുണ്ടൊരു സമാധാനം. ഒരു ED വരില്ല, ഒരു ഇൻകം ടാക്സ് വരില്ല, യാതൊന്നും വരില്ല, ഒരു ചാർജ് ഷീറ്റും ഇല്ല, യാതൊന്നുമില്ല. മനസമാധാനത്തോട് കിടന്നുറങ്ങാം, ഒരു അസുഖവും ഇല്ല. പോരാ. ഓക്കെ, കാശ് കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഓരോ അസുഖങ്ങൾ അല്ലേ. ഓക്കെ, സോറി ഫോർ ബോറിങ് യു. ഓക്കെ, സോ ഇന്നോവേഷൻ, സബോർഡിനേറ്റ് ഇന്നോവേഷൻ, ചേഞ്ചസ് വിത്ത് ദ മാനേജ് ഇനീഷ്യേറ്റീവ്. ഞാൻ പറഞ്ഞാലേ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുതേ. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ആയുള്ള ചില കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ആരെയെ കുറ്റം പറയാനോ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ മോശമാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എൻ്റെ ഉദ്ദേശം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നേർവഴിക്ക് പോവുക. അതിൻ്റെതായ ഗുണങ്ങൾ പിന്നീട് ഉണ്ടാവും. നമ്മളെ എന്നും ആളുകൾ ഓർമ്മിക്കപ്പെടും സത്യസന്ധതയോടു കൂടി. ചിലപ്പോൾ ഇന്ന് പോലെ ആരും ഗവനിക്കില്ല, പൈസയിലുള്ളവരെ ഗവനിക്കുക, അത് വേറെ കാര്യം. അപ്പോ പക്ഷേ ഐ ആം ലീസ്റ്റ് ബോതർഡ് അബൌട്ട് ദാറ്റ്. ഞാൻ ഒരു കഥ, ഒറ്റ ഇൻസിഡന്റും കൂടി പറയാം. യു വിൽ ലാഫ്. നിങ്ങളെ ആ ബോറിംഗിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇവിടെ ഫ്ലഡ് ഉണ്ടായി 2 കൊല്ലം മുമ്പേ കേരളത്തിൽ. എൻ്റെ വീടിൻ്റെ അതുവരെ എത്തി പെരിയാർ റിവറിൻ്റെ വെള്ളം. കുറെ ഇതിന്
വീടുകളെല്ലാം മുങ്ങി. അങ്ങനെ ചളിവെള്ളം, മലകളും ഇതൊക്കെ മറിഞ്ഞ് കുത്തി ഒലിച്ചിട്ട് എല്ലാം അറിയാലോ, കേരളത്തിലെല്ലാം ആകമാനം. ഞങ്ങളുടെ അടുത്തും എത്തി വെള്ളം. ഞാൻ വാടക താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോ എനിക്കിങ്ങനെ ടെലിഫോൺ ചെറുതായിരുന്നെങ്കിൽ ഫോറിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അയ്യോ നിങ്ങളുടെ അവിടെ വെള്ളം വന്നു ടി വിയിൽ കണ്ടു, എന്തെങ്കിലും നിങ്ങൾക്ക് അഫക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അപ്പൊ പറഞ്ഞു എവിടേക്കാ പോണ്, രക്ഷപ്പെടുക എവിടേക്കാ? പോകുന്നിടത്തൊക്കെ വെള്ളമാണ്. റോഡിൽ കൂടെ ഒക്കെ ബോട്ടാ ഓടുന്നത്. മെയിൻ റോഡിൽ കൂടെ ബോട്ട്. എവിടേക്കാ പോണ്? പോകുന്നിടത്തൊക്കെ വെള്ളമാണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും അഫക്ട് ചെയ്യല്ലോ. ട്രെയിൻ നിന്നു, പ്ലെയിൻ നിന്നു, എല്ലാം. ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിരിക്കും, ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം വന്നിട്ട് നമുക്ക് മേപ്പെട്ട് കുറച്ചുകൂടി മേപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അവസാനം പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് രാവിലെ വെള്ളം തൊട്ട് നമ്മുടെ ഗേറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു, റിവറിന്റെ. അപ്പൊ ഞാൻ അത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ചുമ്മാ ഒന്ന് നടന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ അപ്പുറത്ത് മുഴുവൻ വെള്ളമാണ്. ജസ്റ്റ് എന്റെ ബൗണ്ടറി വാളിന്റെ അപ്പുറത്ത് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കാണ്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ആളുകൾ പറഞ്ഞു അയ്യോ എനിക്ക് ഇത്ര നഷ്ടമായ, എന്റെ വീട് ഇടിഞ്ഞു പോയി, എന്റെ വീട് ഒലിച്ചു പോയി, മറ്റേത് പോയി, അത് പോയി, എല്ലാം പറഞ്ഞു. ഇത്ര നാശനഷ്ടം, അങ്ങനെയാണ്, കാറ് മുങ്ങിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാറിന്റെ ഉള്ളിലും മണ്ണല്ലേ, കുത്തിയൊലിച്ച് വരുന്ന വെള്ളല്ലേ, കാറിന്റെ എഞ്ചിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലർക്ക് 4 കാർ 5 കാറൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി, എല്ലാം പോയി. എന്നോട് ചോദിച്ചു സാറിന് എന്തെങ്കിലും അഫക്റ്റ് ആയി ചോദിച്ചു. കുട്ടികളൊക്കെ അനുമതി, കുട്ടികളും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞ ആൻസർ അറിയോ? പെർഹാപ്സ് I am the only person who has not lost anything. വീട് പോയിട്ടില്ല, ഞാൻ വാടക താമസിക്കുന്നു. ഒരു നാശനഷ്ടം വന്നിട്ടില്ല, കാരണം ആ വീടിന് താഴത്ത് വരെ വെള്ളം വന്നിട്ടുള്ളൂ. കാറ് വെള്ളത്തിൽ പോയിട്ടില്ല, കാറിന്റെ എഞ്ചിൻ്റെ ഉള്ളിൽ മണ്ണ് പോയിട്ടില്ല, എനിക്ക് കാറില്ല. കാര്യം മനസ്സിലായില്ല, ഒന്നും ഒലിച്ചു പോയിട്ടില്ല, യാതൊന്നുമില്ല എനിക്ക്. പക്ഷെ മറ്റുള്ളവരെ വീട് പോയി, കാർ ഒലിച്ചു പോയി, ഒക്കെ അങ്ങനെ പലതും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് ചിരിക്കുകയും ചെയ്ത്. അപ്പൊ അവർക്കറിയാം എന്റെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അതുകൊണ്ട് ഒന്നും പോകാനും ഇല്ല. ഓക്കെ, സോ ഇന്നോവേഷൻ നമ്മുടെ കമ്പനി സബോർഡിനേറ്റ് നല്ല കാര്യം ഒക്കെ പോട്ടെട്ടോ. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബോറിംഗ് ആയിട്ട് എടുക്കരുത്. കാരണം ഞാൻ ഇതിന്റെ ചില ക്ലൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുന്നത് മാത്രം നമുക്ക് മതി, അത്രേ ഉള്ളൂ. ഇന്നോവേറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ അർത്ഥം നമ്മളെ മാതിരി മറ്റുള്ളവരാവണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഓരോരുത്തരാണ് ജീവിക്കാം, അതേമാതിരി സമ്പാദിക്കുക, എന്താ ചെയ്യാം. ഇന്നോവേഷൻ ബൈ സബോർഡിനേറ്റ്. പിന്നെ ചേഞ്ചസ് വിത്ത് അപ്പൊ ഓരോ ചേഞ്ചസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻവയോൺമെന്റ് ലോ, നിയമങ്ങൾ മാറി മറിഞ്ഞു വരികയാണ്. നോക്കിക്കോളൂ, 108 ലേബർ ലോസ് ഉണ്ട് ഇന്ത്യയിലെ, ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മുടെ മോഡിജി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം അമെൻഡ് ചെയ്തിട്ട് ആകെ 4 ആക്കി. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം 108 ലേബർ ലോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ ലേബർ ലോ ഉള്ള രാജ്യം ഇന്ത്യയാണ്. 108. അതിനെ കൊടുത്ത് 4 ആക്കിയിട്ടുണ്ട് ഇപ്പോ. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഇനീഷ്യേറ്റീവിലാണ് അങ്ങനെ ചെയ്ത, പാർലമെന്റിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിവേ, ടെക്നോളജിക്കൽ അഡ്വാൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് കോമ്പറ്റീഷൻ, ചേഞ്ചിങ് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നു. ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും കൂടി വരുന്നു അല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ, ഒരു വീട് വേണം, അത് കഴിഞ്ഞ് 2 വീടും, ഒരു കാർ വേണം, 2 കാർ. ആസ്പിറേഷൻ എന്ത് ആകാശം വരെ നമുക്ക് ആസ്പയർ ചെയ്തുകൂടെ അല്ലേ? ഓരോരോ കാര്യങ്ങള്, അതിൽ യാതൊരു ലിമിറ്റും ഇല്ലല്ലോ. മേജർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച്, ഓർഗനൈസേഷൻ വൈഡ് വേഴ്സസ് സബ്സിസ്റ്റം ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, ഓരോന്ന് ട്രാൻസ്ഫോർമേഷൻ വേണ്ടിയിട്ട് ഓരോരോ ഇത്. റെമഡിയൽ വേഴ്സസ് ഡെവലപ്മെന്റൽ ചേഞ്ച് വേണം. ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യും, കമ്പനി ഓരോ വികസിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചേഞ്ചസ്, കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാവും, വർക്കേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോയ് ചെയ്യും. പ്ലാൻഡ് വേ, അൺപ്ലാൻഡ് വേ ആൻഡ് പ്ലാൻഡ് വേ. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലാൻ ചെയ്യാണ്ടിരിക്കും. പിന്നെ ഹ്യൂമൻ റെസ്പോൺസ്, ഈ ചേഞ്ചസിന് പല ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആളുകൾ അംഗീകരിക്കില്ല, ചിലപ്പോൾ ഇൻഡിഫറൻസ് ഉണ്ടാവും, അങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ പറയും. ചിലവരെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇന്നലെ ഞാൻ പറഞ്ഞ ഫ്രീസ് ആൻഡ് ഫ്രീസിങ് ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ആദ്യം കുറച്ച് മടിയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കമ്പ്യൂട്ടർ നമ്മൾ സ്വീകരിച്ചില്ലേ, അപ്പൊ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്തില്ലേ. അതന്നെ അടുത്ത്. യെസ്, കോഡ് ടോളറൻസ്, അയാളെന്താ റെസിസ്റ്റൻസ് ചേഞ്ച് ക്യാൻ ബി റെഡ്യൂസ് ത്രൂ അങ്ങനെ. അപ്പൊ റെസിസ്റ്റൻസിന് ആരെങ്കിലും മടിക്കുന്നു വെച്ചാൽ അവരെ പഠിപ്പിക്കുക, അവയർനെസ് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ കോവിഡിനെ ഇഞ്ചക്ട് ചെയ്യാൻ ആദ്യം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇതെന്തെങ്കിലും കിഡ്നിക്ക് അഫക്ട് ചെയ്യോ മറ്റേതെങ്കിലും അല്ല, അവര് പറഞ്ഞു മനസ്സിലാക്കുക. അപ്പൊ എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ഇന്ത്യ ഇസ് ഫാർ ബെറ്റർ ദാൻ ചൈന അറ്റ് പ്രസന്റ്. നാളത്തെ സ്ഥിതി എനിക്കറിയില്ല. ചൈന വളരെ ഹൊറിബിൾ ഇതാണ് ചൈനയില്.
അപ്പൊ ഈ അറിയില്ല, നമ്മുടെ ഇന്ത്യയുടെ അറിയില്ല, കാരണം ഇന്നത്തെ വരെ യാതൊരു പ്രശ്നമില്ല ഇന്ത്യക്ക്. പക്ഷെ നമ്മുടെ മരുന്ന് വളരെ നല്ലതായിരുന്നു. അപ്പൊ ആദ്യത്തെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മരുന്നെടുക്കാൻ. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ വളരെ ആവശ്യമാണ്. അതായത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. കൗൺസിൽ ചെയ്യുക, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഗൈഡ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക, ഓരോ അഗ്രിമെന്റ് ആയിട്ട്. മാനിപ്പുലേഷൻ ആൻഡ് കോഓപ്ഷൻ പാടില്ല. കമ്പനിയിൽ മാനിപ്പുലേഷൻ, കോഓപ്ഷൻ അങ്ങനെയൊന്നും പാടില്ല. സമ്മർദ്ദം പാടില്ല. മാനേജേഴ്സ് ടു ഫോഴ്സ് എംപ്ലോയീസ് ടു ആക്സെപ്റ്റ് ചേഞ്ച്. നീ ചെയ്തേ പറ്റൂ, മാറിയേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല, അത് അവർ തീരുമാനിക്കും. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആഫ്റ്റർ അനലൈസിങ് വേരിയസ് ഡെഫിനിഷൻ വി ക്യാൻ സമ്മറൈസ്. അതായത് ഇറ്റ് ബ്രിങ് പ്ലാൻഡ് ചേഞ്ച്. ചിലപ്പോൾ ഓർഗനൈസേഷൻ അത് പ്ലാനോട് കൂടി ചേഞ്ച് ചെയ്യണം. നമുക്ക് ഇത് ചെയ്യണം, പ്ലാനിങ് വേണം. അതിന് എത്ര പൈസ ചിലവാകും, എത്ര ആളെ റിക്രൂട്ട് ചെയ്യണം, പുതിയ ബിൽഡിംഗ് വേണോ, ഇതൊക്കെ നോക്കണം നമ്മൾ. AC ഇതെല്ലാം വേണ്ടല്ലേ. അപ്പൊ മണി ഈസ് റിക്വയർഡ് ടു ഇറ്റ് അഡോപ്റ്റ് ദ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഡിസൈൻ ചെയ്യണം, ഷോർട്ട് ടേം, ലോങ് ടേം. ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും ബാങ്കിൽ നിന്ന്. അപ്പോ അതൊക്കെ ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. ചിലപ്പോൾ പുതിയ മെഷീനറി വാങ്ങേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. സോ പ്രൈമറിലി ടു ചേഞ്ച് ഓർഗനൈസേഷൻ പ്രോസസ്. അപ്പൊ ഇതിന്റെ ഓബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷൻ ഇതിന്റെ ഇൻക്രീസ് ഇന്റർപേഴ്സണൽ വിശ്വാസം, പരസ്പര വിശ്വാസം വേണം. എംപ്ലോയീസ് തൃപ്തികരമാക്കണം. നല്ല ചേഞ്ചസ് പറ്റൂ, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് പറ്റൂ. ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാറ്റിസ്ഫാക്ഷൻ വേണം. ആരെയും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, ആരെയും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കോൺഫ്ലിക്റ്റ് വളരെയധികം പെട്ടെന്ന് സോൾവ് ചെയ്യണം. കോഓപ്പറേഷൻ വേണം, കൊളാബറേഷൻ വേണം എംപ്ലോയീസ് ആയിട്ട്. പ്രോബ്ലം സോൾവിങ് സ്കിൽ, അതായത് നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന്. പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യേണ്ടവരെ ട്രസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ട്രസ്റ്റ് ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അല്ലാതെ ട്രസ്റ്റ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പവർ ഇക്വേഷൻ, ചിലർ പവർ ഉണ്ട്, ഞാനാ വലുത് നീയേ വലുത്, അതൊക്കെ വിടുക. പിന്നെ കോൺഫ്രണ്ടേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി പാടില്ല. പാർട്ടിസിപ്പേഷൻ, പിന്നെ ചിലതിനുള്ള ട്രെയിനിങ് ഉണ്ട്, സർവേ ഫീഡ്ബാക്ക് ഉണ്ട്, ആളുകൾ തൃപ്തികരമാണോ തൃപ്തികരല്ലേ എന്ന്. പിന്നെ കൺസൾട്ടേഷൻ ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. ടീം ബിൽഡിംഗ് ഉണ്ട്, ഇന്റർ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇതിനൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ടീം ബിൽഡിംഗ് ഇതൊക്കെ വേണം. അതായത് ഓരോ പല വിധത്തിൽ ട്രെയിനിങ് കൊടുക്കണം. കൺസൾട്ടേഷൻ വേണ്ടത്, അതായത് കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു കൗൺസിൽ കൊടുക്കണം. ടീം ബിൽഡിംഗ് പറഞ്ഞാൽ ടീം സ്പിരിറ്റ്, ഗ്രൂപ്പ് ഡൈനാമിക്, ഇന്റർ ഗ്രൂപ്പ് ഡെവലപ്മെന്റ്, ഓരോരോ ഗ്രൂപ്പായിട്ടുള്ള ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി അടുത്തത്, മോഡേൺ ഓർഗനൈസേഷൻസ് ഹാവ് ബീൻ ഫേസിങ് കോംപ്ലക്സ് ചാലഞ്ചസ് ആസ് എ റിസൾട്ട്. എന്താണ് കാരണം? ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. ഇതിനെല്ലാം ശേഷം നമ്മുടെ കംപ്ലീറ്റ് ലോകം മാറി. പണ്ട് ബൗണ്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. WTO, ഇപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ആർക്കും വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം, ആർക്കും വേണം എക്സ്പോർട്ട് ചെയ്യാം. പക്ഷെ അതിൽ മെമ്പർ ആയിരിക്കണം മാത്രം. ഏകദേശം 165 രാജ്യങ്ങള് അതിൽ മെമ്പറാണ്. ഇന്ത്യ മെമ്പറാണ്. പണ്ട് നമ്മൾ എക്സ്പോർട്ട് ലൈസ് വേണം, ഇമ്പോർട്ട് ലൈസ് എന്തൊക്കെ വേണം. ഇപ്പൊ കുറെയൊക്കെ റിലാക്സേഷൻ ഉണ്ട് പലതും. അപ്പോ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ചെറുതാണ്. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ സെല്ലിൽ ടെലിഫോൺ ചെയ്ത് അമേരിക്കയിലെത്തും, ആസ്ട്രേലിയയിലെത്തും, ന്യൂസിലാൻഡിലെത്തും. കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ ഹാസ് ടേക്കൻ പ്ലേസ്, ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ടു സർവൈവ്. ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുന്ന ഈ മാറ്റത്തിൽ അതേമാതിരി സർവൈവ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എൻവയോൺമെന്റിൽ നമ്മൾ ജീവിക്കണം. ചേഞ്ചസ് ഹാവ് ടു ബി മെയ്ഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതനുസരിച്ച് ഓർഗനൈസേഷൻ ചേഞ്ചസ് വരണം. ചേഞ്ച് വിത്തിൻ എൻ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു മോഡിഫൈ. അപ്പൊ എന്തുണ്ട്? നമ്മുടെ റൂൾസ് മോഡിഫൈ ചെയ്യണം, സിസ്റ്റംസ് മോഡിഫൈ ചെയ്യണം, വെൽഫെയർ ഫെസിലിറ്റീസ് ചെയ്യണം, സർവീസ് കണ്ടീഷൻ ചെയ്യണം, സോഷ്യൽ സെക്യൂരിറ്റി ചെയ്യണം. ഇതെല്ലാം മാറണം. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ് വളരെ നല്ലതായിരിക്കണം. ബിഹേവിയർ മാറണം. ഇൻഡിവിജ്വൽസിന്റെ, ഓർഗനൈസേഷന്റെ ഫങ്ഷനിങ്ങിന് മാറ്റം വരണം. ഇതൊക്കെ മാറ്റം വന്നാലേ നമുക്ക് ചേഞ്ചസ് നമുക്ക് വരൂ. അപ്പോ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് യൂഷ്വലി റെസിസ്റ്റന്റ്. ഓർഗനൈസേഷൻ പെട്ടെന്ന് ഈ മാറ്റത്തിന് ചിലവർ തയ്യാറില്ല. എന്തിനു മാറണം, പണ്ടത്തെ അതുമാതിരി പോരെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ഇൻഡിവിജ്വൽസ് ഇതെന്തിനാ മാറ്റണ, അതിനെന്താ ചെയ്യണത്, എന്തിനാ, അത് പറ്റില്ല. അപ്പോ ഡു നോട്ട് ആക്സെപ്റ്റ് അൺലെസ് ഇറ്റ് ഇസ് മസ്റ്റ്. അപ്പൊ ചിലവരെ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയും ചിലവര്. Organizational change and development should be undertaken with the purpose of improving the whole or part of the organization. ചില സമയത്ത് റെസിസ്റ്റൻസ് എന്തുണ്ടെങ്കിലും ചിലപ്പോൾ അത് സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ ഓർഗനൈസേഷണൽ ചേഞ്ചും ഡെവലപ്മെന്റും ഷുഡ് ബി അണ്ടർടേക്കൺ. ഇതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വോൾ സിസ്റ്റം നമ്മൾ മാറാനും നമ്മുടെ പുരോഗതിക്കുവിനും ഓർഗനൈസേഷൻ ഗ്രോത്തിനും
ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷണൽ ഗ്രോത്ത് ഉണ്ടെങ്കിലേ എംപ്ലോയീസിന്റെ ഗ്രോത്ത് ഉണ്ടാവും. ഇതിനാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ചേഞ്ചസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മൾ ഇഫ് യു ആർ നോട്ട് making changes, then it will be difficult to survive. So modern world is the world of specialization. According to the changes taking place around the country, around the world, we have to move ahead. Thank you very much.